വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. കുട്ടിക്കുറുമ്പുകളുടെ പാട്ടിന്റെ ഉത്സവ മേളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. പാട്ടിന്റെ ചിങ്കാരച്ചേലുമായി നമ്മുടെ ചിരിക്കുട്ടി തൃശ്ശൂരുകാരി നിമക്കുട്ടി എത്തുന്നു. വെൽക്കം നിമ താജുദ്ദീൻ ഓൺ സ്റ്റേജ്. ചിങ്കാര കുരുമ്പുമായ പാട്ടിന്റെ ചിങ്കാര ചേലുമായി തൃശ്ശൂരിൽ നിന്ന് വരുന്നു. അല്ല, നമ്മുടെ ചിരിക്കുട്ടി തൃശ്ശൂരിൽ നിന്നും എത്തുന്നു. നിമ താജുദ്ദീൻ, വെൽക്കം നിമക്കുട്ടിയാണ്. ഓ, ഇതായിരുന്നു പറഞ്ഞത്. ഒന്നും മനസ്സിലായില്ല. കേട്ടില്ല? ഇങ്ങേറ് വെക്കാത്ത. ഏത് പാട്ടാ? അജ്ഞാത ഗായക. അജ്ഞാത ഗായക അരികിൽ വരൂ, അരികിൽ വരൂ നാരാധികയുടെ, അതല്ലേ? പിന്നെ പറയൂ അതിന്റെ ഡീറ്റെയിൽ. ഇതിന്റെ മ്യൂസിക് വയലാർ സാറോ? മ്യൂസിക് സോറി ദേവരാജ മാസ്റ്റർ. ദേവരാജ മാസ്റ്റർ എഴുതിയല്ലേ? ലിറിക്സ് വയലാർ സർ. ഫിലിം ഹോട്ടൽ ഹൈ റേഞ്ച്. ഹോട്ടൽ ഹൈ റേഞ്ച്. സുശീലമ്മ. എനിക്ക് സലിൽദ എന്ന് പറയുന്ന പോലെ മറ്റൊരു ഹരമാണ് സുശീല. പണ്ടത്തെ ദേവരാമാഷ്, ഡെഫിനറ്റ്ലി ദേവരാമാഷ്. പിന്നെ ഒന്നും പറയാൻ കാര്യമില്ല. അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറയരുത്, കാരണം നമുക്ക് പറയാനുള്ള യോഗ്യത പോലും ഇല്ല. എന്തായാലും പണ്ടത്തെ സിനിമയുടെ ഒക്കെ പേര് കണ്ടിട്ടില്ലേ? ഇതെന്താണ്? ഹൈ റേഞ്ച്, ഹോട്ടൽ ഹൈ റേഞ്ച്. പിന്നെ എന്താ, ഡേഞ്ചർ ബിസ്ക്കറ്റ്. അങ്ങനെ കുറെ പടങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു അത് അസാധ്യമായിട്ട് അഭിനയിക്കുന്നു. മധു ഏറ്റവും നന്നായിട്ട് പറയുന്നത് ആരെയാ? സ്വയം നസീർ സാറിന് ചെയ്യാറുണ്ട്, കമൽ സാർ. അതൊന്നും കേൾക്കട്ടെ. പെട്ടെന്നൊന്നും പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. എനിക്ക് വയ്യ. പലപ്പോഴും എന്നോട് പല സ്റ്റേജിലെല്ലാം വെച്ച് ഓരോരുത്തർ പറയാറുണ്ട്, പക്ഷെ എനിക്കത് പെട്ടെന്ന് ചെയ്യാൻ മടിയാണ്. കമലഹാസന് വേണമെങ്കിൽ ഡബ് ചെയ്യാൻ പുള്ളിക്ക് സമയമില്ലെങ്കിലും മധുവിന് പോവാൻ. അപ്പൊ ഓക്കെ നിമ, ഓൾ ദി ബെസ്റ്റ് നിമക്കുട്ടി. താങ്ക് യു.
വെരി നൈസ്, വെരി നൈസ്. നിമ, എന്തോ വെരി ഗുഡ് സെലക്ഷൻ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പറയാം. ഏതെന്നറിയോ? ഒരു നഗ്ന പുഷ്പമായി, ഒരു ചിത്രശലഭമായി, അലിയും ഒരു ഉന്മാദിനി ഞാൻ. അതെനിക്ക് വളരെ ഇഷ്ടം. താങ്ക് യു. അതേപോലെ എല്ലാ പോർഷൻസും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മനസ്സിലായോ? അതൊന്ന് പാടിക്കും ആ പോർഷൻ. ആരെയും അനുരാഗ അതിന്റെ ഇടയിൽ ഡിവിഷൻ ഉണ്ട്. ആരെയും അനുരാഗ, അവിടെ ഇത്തിരി വിബ്രേറ്റോ. ആരെയും അനുരാഗ വിവശരാക്കും കുറച്ച് ഓപ്പൺ ആകും. ആഗാന വൃന്ദാവനിൽ ഒരു നഗ്ന പുഷ്പമായി, ഒരു ചിത്രശലഭമായി. അവിടെ ഒന്നുകൂടെ ആക്കും, സൂചിപ്പിക്കണം മാക്സിമം. കറക്റ്റ്. ഒരു നഗ്ന പുഷ്പമായി, ഒരു ചിത്രശലഭമായി, അലയുമൊരുന്മാദിനി ഞാൻ. ഉന്മാദിനി ഞാൻ. ഉന്മാദിനി ഞാൻ. അവിടെ എല്ലാം ഒരു വളവുണ്ട്. ഈ പാട്ടിന് എല്ലായിടത്തും ഒരു വളവുണ്ട്. ഉന്മാദിനി ഞാൻ. ഇനി ഞാൻ താഴോട്ട് കൊണ്ടങ്ങ് ഇട്ടു നിമ. അങ്ങനെ എടുത്ത് എറിയാതെ നിമ, അങ്ങ് ദേഷ്യം വരാതെ. ഉന്മാദിനി ഞാൻ നാരീരാ, അതാണ്. അങ്ങനെ വളഞ്ഞു വരണം. മനസ്സിലായോ? പാട്ടെല്ലാം അറിയാം. പക്ഷെ ഇത് സുശീലാമ്മനല്ല, മോടെ ഇതിൽ തന്നെ പാടി. അതൊരു വലിയ നല്ല കാര്യമാണ്. കാരണം മോടെ തനതായ ശബ്ദത്തിലൂടെ, തനതായ സംഗതിയിലൂടെ സുശീലാമ്മ പാടിയ സംഗതികൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് തൻ്റെതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കിട്ടും. ദാറ്റ്സ് ഗുഡ്. പക്ഷെ ഇതിൻ്റെ ഫീല് പോകരുത്. ഇന്ന് എനിക്ക് ടോട്ടലായിട്ട് തോന്നിയത് ആദ്യത്തെ ഹമ്മിങ് അതുപോലെ പ്രശ്നമായിരുന്നു. അങ്ങനെ കുറച്ച് ഫീലുകളാണ് ഇതിനകത്ത് നഷ്ടപ്പെട്ടത്. കറക്റ്റായിട്ട് എക്സൈറ്റായിട്ട് കിട്ടണം. കാരണം ഇതിങ്ങനെ മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്ന് കിടക്കുന്ന ഒരു പാട്ടാണ് അജ്ഞാത ഗായക. ബട്ട് കുറേ പോർഷൻസൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല അറ്റംപ്റ്റാണ്. മോടെ ശബ്ദത്തിൻ്റെ ഇതിൽ തന്നെ മോള് പാടി വെച്ചു. മോടെ സ്റ്റാമ്പ്, നിമ സ്റ്റാമ്പ് ഇട്ട് വെച്ചു. അത് അങ്കിളിന് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് നിമ ഇത്ര ആയാൽ പോരാ. അടുത്ത തവണ വരുമ്പം നല്ല സ്റ്റാമ്പ് പതിപ്പിക്കുമല്ലോ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന ചിരിക്കുട്ടിക്ക് എൻ്റെ ഒരു ഉമ്മ. നിമക്കുട്ടി, എന്താ മോള് ഇന്ന് പാടിയപ്പോൾ ഉണ്ടായ മെയിൻ ഒരു സംഭവം എന്ന് എനിക്ക് തോന്നിയത്, ഉഗ്രം സോങ് സെലക്ഷൻ ആണെങ്കിലും മോൾ ഇതിനെ കൺവേ ചെയ്തിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഇല്ലേ പാട്ടിൻ്റെ, അത് കുറച്ചും കൂടിയും ഫ്ലാറ്റ് ആയിരുന്നു. കുറച്ച് കയറ്റവും ഇറക്കവും, അത് ഒരു പാട്ട് ഫീൽ ചെയ്ത് പാടുന്നൊരു സംഭവമില്ലേ. മോൾ എങ്ങനെയാണ് പാട്ട് പഠിക്കുന്നത്? അതൊന്ന് പറഞ്ഞേ. അത് കൊറേ തവണ കേൾക്കും, പിന്നെ ലിറിക്സ് പഠിക്കും. അങ്ങനെ ഈ കേൾക്കുന്ന സമയത്ത് കൂടെ പാടി നോക്കാറുണ്ടോ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കുറവാ. ആദ്യത്തെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50 പ്രാവശ്യമെങ്കിലും കൂടെ പാടരുത്. അത് മാത്രം, അതിപ്പോൾ ഒരു ഹെഡ്ഫോൺസ് ഇട്ടിട്ട് കേൾക്കുക, കണ്ണും പൂട്ടി കേൾക്കുക. അറിയാതെ ഒരു ഇമ്പൾസിന് മുകളിൽ പാടിപ്പോകും കൂടെ, അത് ചെയ്യരുത്. കണ്ണും പൂട്ടി കേൾക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് മോൾക്ക് ഹിഡൻ എക്സ്പ്രഷൻസ്, എങ്ങനെയാണ് ഇവർ ഈ ഡൈനാമിക്സ് കൊടുക്കുന്നത്, എവിടെ കയറ്റം എവിടെ ഇറക്കം, അവരുടെ മുഖം എവിടെ പ്ലസൻ്റ് ആയിട്ടുണ്ട്, എവിടെ ഓരോ അക്ഷരം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവരെ മൗത്ത് എങ്ങനെയാണ് പോയിരിക്കുന്നത്, ആന്നാണോ ഏന്നാണോ ഒക്കെ മോൾക്ക് കിട്ടും. ആ എക്സ്പ്രഷനൊക്കെ മോള് ഒപ്പിയെടുക്കുക. ഓക്കെ, അത് ചെയ്താൽ തന്നെ മോൾക്ക് ഈ പാട്ട് ഇതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പം മോശമാണെന്നല്ല, ഇപ്പം മോള് ട്യൂണാണ് പഠിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ സംഭവങ്ങൾ, സംഗതികളെല്ലാം മോള് പാടിയിട്ടുണ്ട്. സംഗതികൾ പാടുക ചെയ്തത്, സംഗതികൾ എക്സ്പ്രഷനായിട്ട് വരണം. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ ട്യൂൺ ബ്രെയിനിലേക്ക് എടുക്കരുത്, ഹാർട്ടിലേക്ക് എടുക്കുക. അതിലേക്ക് ഇനി നമുക്ക് ഫോക്കസ്ഡ് ആവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീമ കുട്ടി, എന്താ വളരെ കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞു അല്ലേ? അപ്പൊ നീമയ്ക്ക് മനസ്സിലായല്ലേ എന്താണ് ചെയ്യേണ്ടത് ഈ പാട്ടിലെന്ന്? പക്ഷെ എനിക്ക് നീമയുടെ വോയിസിലൊരു ഇന്നസെൻസ് ഉണ്ട്, നീമയുടെ വോയിസിലൊരു മാജിക് ഉണ്ട്. അപ്പോൾ ഏത് പാടിയാലും പ്രത്യേകിച്ച് വേറൊരു ഫീല് കിട്ടും. ഒറിജിനൽ സിംഗർ പോലെ ഇല്ലെങ്കിലും
അത് വേറൊരു ഫീലാണ്. അത് ചില സ്ഥലങ്ങളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു താങ്ക് യു. ഏറ്റവും. പക്ഷെ നമ്മൾ ചില പാട്ടുകൾ ചിലരുടെ വോയിസിൽ കേട്ട് നമുക്ക് ശീലമായി പോയല്ലേ. അപ്പോൾ ഒരു സംഗതി ആ ഒരു പഞ്ചിൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് കുറച്ച് നഷ്ടമായോ എന്ന് തോന്നും. പക്ഷെ ഈ പാട്ടുകളൊക്കെ ഒരു ക്ലാസിക്സ് പോലെ നമ്മൾ എടുക്കുന്നു അല്ലേ. അപ്പോൾ അത്രത്തോളം നമുക്ക് അതിലൊരു പക്വതയോട് നമുക്ക് പാടാൻ പറ്റെങ്കിൽ കുറച്ചുകൂടി ഭംഗി കൂട്ടാം. അതുകൊണ്ടാണ് ഇവരെല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ നീമ? കാംബോജിയിൽ ഒരു ഗീതം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കാംബോജിൻ്റെ വളരെ ഒരു ക്യൂട്ട് ഫീലായിട്ട് ആ ഗീതം വരും. എനിക്കിത് ഇതിലും അങ്ങനെ ഒരു കാംബോജിൻ്റെ അത്രയും ഒരു ക്ലാസിസിസം വെക്കാതെ പക്ഷെ കാംബോജിൻ്റെ ഒരു നിഷാദം വരുന്ന ആ ഒരു സ്റ്റൈൽ, ഒരു നിഴല് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് കാംബോജിയാണ് ദേവരാജ മാഷ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് വളരെ എസ്പെഷ്യലി അതൊരു വളരെ അങ്ങനെ ചെയ്യാതെ പക്ഷെ അത് വളരെ ലൈറ്റാക്കി ആ സ്ഥലത്തിലല്ലേ. മറ്റൊരു പാട്ടുണ്ടല്ലോ ഈ സംഗതി വരുന്നത്, അതൊന്ന് പാടി കേൾപ്പിക്കാമോ? അത് വളരെ ഹെവി ആയിട്ട് വരുന്ന സ്ഥലമാണ്, പക്ഷെ ഇത് ഡിഫറെന്റ് ആണ്. ദേവലോകമുണരും രാഗമാകുമെങ്കിൽ കാളിന്തി ചേലിലൊഴുകും. അപ്പൊ പ്രത്യേകിച്ച് ഈ ഫ്രേസ് അല്ലേ, ഒരു കാംബോജിന്റെ ആ ഫ്രേസ്, അത് പലര് പാടുമ്പോൾ പല പാട്ടുകളിൽ വേറെ വേറെ സ്വരൂപത്തിലാണ് വരുന്നത് അല്ലേ. ഇങ്ങനെ വേറൊരു ലെവലിൽ നമുക്ക് എത്തിക്കണമെങ്കിൽ ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതാണ് പറഞ്ഞത്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ നീമയ്ക്ക് ഒരു പ്രോബ്ലം ഇല്ല, തീർച്ചയായിട്ടും പാടാൻ പറ്റുമല്ല. പക്ഷെ പാടിയത് വരെ ചില സ്ഥലങ്ങൾ അടിപൊളിയായിരുന്നു. കുറച്ചുകൂടി പക്വത വേണം ഈ പാട്ട് പാടുമ്പോൾ. ഓൾ ദി ബെസ്റ്റ്. യു വെൽക്കം. നിമക്കുട്ടി എന്താ അസലായിരുന്നു മോളെ, വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. ഇതിപ്പോൾ മോളുടേതായിട്ടുള്ള രീതിയിലാണ് മോള് പാടിയത്. പക്ഷെ കേൾക്കാൻ രസമുണ്ടായിരുന്നു. മോളുടെ ശബ്ദവും മോള് സംസാരിക്കണ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വോയിസാണ്. ചില സ്ഥലത്ത് ആ ഒരു സംഗതികൾക്ക് ഒരു എക്സ്പ്രഷൻ, സംഗതികൾക്ക് മാത്രമല്ല പാട്ടിൽ മൊത്തത്തിൽ, ഇത് സുശീലാമ്മ പാടിയ പാട്ടാണ്, എക്സ്പ്രഷൻസിൻ്റെ രാജ്ഞിയാണ്. പക്ഷെ നന്നായിട്ട് പാടി. എനിക്ക് അരികിൽ വരൂ എന്നുള്ളിടത്തൊക്കെ കുറച്ച് ശ്രുതി പ്രോബ്ലം. അലയും ഒരു ഉന്മാദിനി ഞാൻ ചരണത്തിൽ കേട്ടോ, അവിടെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ കാംബോജിയാണ് ഇപ്പോൾ നേരത്തെ പാടിയത്. ഇപ്പൊ മോള് പാടിയത് ദേവരാജ മാഷിന്റെ കാംബോജി. ഇനി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു കാംബോജി, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ആനന്ദകാരിണി അമൃത ഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? എന്തായാലും മോള് നന്നായിട്ട് പാടി. ഈ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ്പ്രഷൻസ് കേട്ടോ, ഡൈനാമിക്സ് ഒക്കെ കൊണ്ടുവരണം കുറച്ചും കൂടി കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോളെ. എപ്പോഴും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാരുടെ കാര്യം പിടി, എന്റെ കാര്യം ഒന്നും ഇല്ല ഇത് ലാസ്റ്റാ. ഓക്കെ, ഇതിനും കൂടി പറഞ്ഞാൽ ഞാൻ ചോദിക്കത്തില്ല ഇനി. അതായത് ഇനി അടുത്ത ആള് വരുമ്പോ, കടലിലെ വസ്തുവും കരയിലെ വൃക്ഷവും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ സാധനം. ചേർന്ന് ഉണ്ടാക്കാവുന്നല്ല, ഉണ്ടാവുന്ന. കടലിലെ വസ്തുവും കരയിലെ വൃക്ഷവും ചേർന്ന് ഉണ്ടാവുന്ന ഒരു ഭക്ഷണ സാധനം. മുത്തുസരം. അതെന്ത് സാധനം? ഞാൻ കഴിച്ചിട്ടില്ല. അത് ഈ മുറുക്കല്ലേ, അത് മുത്തുസരം എന്ന് നമ്മൾ പറയും. അങ്ങനെ മുത്തുസ്വരോ? ഇത് മുത്തുസരം എന്ന് പറയും. വൃക്ഷമല്ലേ? കടലിലുള്ളത് മുത്തല്ലേ, അപ്പം കരയിലുള്ള വൃക്ഷം വേണം. ഇതുകൊണ്ട് നിർത്തുമല്ലോ. ഇതുകൊണ്ട് നിർത്തും. ഇനി ഇല്ലല്ലോ. ഇല്ലല്ലോ. ഇനി മേലാൽ ഇവിടെ പറഞ്ഞു നിർത്തും. അടുത്ത ആള് വരുമ്പോ. അതെ, അപ്പൊ ഞാൻ പറഞ്ഞേട്ടെ, ഉപ്പുമാവ്.
അയ്യോ ഇങ്ങനെ അറിയുന്നേ. ഉപ്പ് മാവ് എന്നും കഴിക്കുന്നില്ലേ? ഉപ്പ് ശരി, മാവ് എന്താ? മാവ് കരയിലെ മാവ് വൃക്ഷമല്ലേ? ഉപ്പുമാവ്. മാങ്കാമരം. മാങ്കമരം. അപ്പൊ നിമക്കുട്ടി, എന്തോ അപ്പൊ നിമക്കുട്ടിക്ക് അങ്കിൾ തരുന്ന മാർക്ക് 7.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. ഞാൻ എത്രയായിരിക്കും ഇടുന്നത്? 7.5 ഒരു ചാൻസും കൂടി എടുത്തോ. 5.7. അയ്യോ, 5 എന്ത് പറ്റി? 5.75. അതൊരു കൂടിപ്പോയി. പറഞ്ഞ എല്ലാത്തിനേക്കാളും മാറി 7. താങ്ക് യു സർ. നേരത്തെ ഏതാണ് മാർക്ക് പറഞ്ഞത്? 7 പോയിന്റ് എത്രയായിരുന്നു നമുക്ക്? 7.5. നമുക്കത് കൊടുക്കാല്ലേ? നമുക്കത് കൊടുത്താലോ? ഓക്കെ, എന്നാ അങ്ങനെ ആവാം. അപ്പൊ അങ്ങനെ ആവാം. ഞങ്ങൾ രണ്ടുപേരും തരുന്നു 7.75. താങ്ക് യു. So 22 out of 30. താങ്ക് യു. That means നിമക്കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് 8 wow. താങ്ക് യു. അടി ഒരു കാമ്പോജി പൂക്കുറ്റി. Congratulations, you are awarded 8 triple wow. 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 താങ്ക് യു. അപ്പൊ നമ്മുടെ പാട്ട് കേട്ടു, പെർഫോമൻസ് ഒക്കെ കണ്ടു, നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സും ഗ്രേഡും ഒക്കെ അറിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. വനിതകൾക്ക് കേരളക്കരയാകെ ബിസിനസ് അവസരങ്ങളുമായി 90+ മൈ ട്യൂഷൻ ആപ്പ്. 90+ ലേഡി എന്റർപ്രനർ. നിങ്ങൾക്കുള്ളിലുള്ള ബിസിനസ് സംരംഭകയ്ക്ക് മുതൽ മുടക്കാണോ തടസ്സം? എങ്കിൽ ഇനി വളരെ എളുപ്പത്തിൽ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. യാതൊരു ഡിപ്പോസിറ്റും ഇല്ലാതെ വെറും 65,000 രൂപ മുതൽ മുടക്കിൽ 90+ന്റെ മിനി ഡീലർ ഹബ്ബുകൾ സ്വന്തമാക്കാവുന്നതാണ്. സ്വന്തം നാട്ടിലെ സ്വന്തം ബിസിനസ് ഇന്ത്യയിൽ അതിവേഗം വളരുന്ന എഡ്യൂടെക് ബിസിനസിന്റെ ഭാഗമാകൂ. www.mytutionapp.com എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. രാഗവിരുന്നിന് പാട്ടിന്റെ ചന്തം വേഗാനെത്തുന്നു കണ്ണൂരിൽ നിന്നും ഹനൂനക്കുട്ടി. വെൽക്കം ഹനൂന ഓൺ സ്റ്റേജ്. നങ്ങേലി എന്റെ നാരായണേട്ടാ, ഹോ എന്ത് പെട്ടെന്നല്ലേ നമ്മൾ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒളിച്ചോടിയതും കല്യാണം കഴിച്ചതും ഒക്കെ. അതെ നാരായണേട്ടാ, ഉച്ചയ്ക്ക് കണ്ടു, രാത്രി ഒളിച്ചോടി, രാവിലെ കെട്ടി. 4Gക്ക് പോലും ഇത്ര സ്പീഡ് കാണത്തില്ലല്ലേ ചേട്ടാ? ചേട്ടൻ ഇതിന് വെള്ളം ഒഴിക്കാറുണ്ടോ? എന്തിന്? തലയിലിരിക്കണ ഈ ചെടിക്ക്. അയ്യോ, ഇത് ചെടിയല്ല, ഇതെന്റെ മുടിയാ. പുതിയ സ്റ്റൈല് എങ്ങനെയുണ്ട്? ആണോ? നല്ലയാ നല്ലയാ നല്ലയാ. ഇതെന്താ കീ കൊടുക്കുന്ന പാവയോ? അയ്യോ, ഇതെന്താ ചേട്ടാ, ഫ്ലവേഴ്സ് ആണോ? ഹായ് ഫ്ലവേഴ്സ്. മോൾക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടാ? പിന്നെ ഫ്ലവേഴ്സ് ഇഷ്ടല്ലാത്ത ആരാ ഉള്ളേ? ചേട്ടാ, നമുക്ക് അത്തപ്പൂ ഇട്ടാലോ? അത്തപ്പൂവോ? ഇപ്പോഴോ? ആ, നമുക്ക് ഓണം ആഘോഷിക്കാം. വേണമെങ്കിലേ കരോളിനും പോകാം. ഓണത്തിന് കരോളോ? അയ്യോ, മാറിപ്പോയി. ഓണത്തിന് കരോളല്ല. എനിക്കറിയാം ചേട്ടാ, കരോള് വിഷുവിനാണെന്ന്. പറഞ്ഞപ്പോഴേ തെറ്റിപ്പോയതാ. നമുക്കേ സാറ്റ് കളിച്ചാലോ? സാറ്റോ? ഈ രാത്രിയിലോ? ആ, ഭയങ്കര ഇരുട്ടല്ലേ, എന്നാ സാറ്റ് വേണ്ട. നമുക്കേ ആന കളിക്കാം. അയ്യോ, ആനയോ? ചേട്ടൻ ആനയെ പേടിയല്ലേ? ആ, എനിക്കത് വേണ്ട. ആനയ്ക്ക് പെട്ടെന്ന് മതിളക്കിയാ നമ്മൾ എന്ത് ചെയ്യും? ആ അതെയോ, നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം ആന ചെയ്തോളൂ. വട്ടാണല്ലേ. എല്ലാവരും എന്നോട് അങ്ങനെ ചോദിക്കുന്നു, അതെന്താ? നാലു കാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടുകൊണ്ടുപോയി. നാലു കാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടുകൊണ്ടുപോയി. രണ്ടു കാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടുപോയി.
ആഹാ സൂപ്പർ സൂപ്പർ. എന്തോ എന്റെ ദേഹത്തിന് ഇറങ്ങിപ്പോയ പോലെ. നാരായണ എഴുന്നേക്കടാ, നിന്റെ ആദ്യ രാത്രിയാ. നാലുകാലുള്ളൊരു നങ്ങിളി പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടുപോയി. രണ്ടുകാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടുപോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടുപോയി. ആശാനെ ഇതെന്താ ഇത്? അതെ, ചെറിയൊരു കുഴപ്പം പറ്റി. അവളുടെ ദേഹത്തൊന്നും കൊടത്തേക്കാറുണ്ട പാതേ നേരെ ഇവന്റെ ദേഹത്താ കേറിയേ. കല്യാണി മുല്ലപ്പൂ വാസന കൊല്ലത്തു നാരായണൻ വന്നിട്ടുണ്ടോ? കാളിയല്ലോ, മഹാകാളിയല്ലോ, ഭദ്രകാളിയല്ലോ. സൂപ്പർ സൂപ്പർ. അസലായിട്ടുമുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ ഇത്ര ലിപ്സിങ്കും അതുപോലെ തന്നെ പെർഫോമൻസ്. നീ ഭാവിയിൽ ഒരു വലിയ നടനായിട്ട് മാറും. ഇവൻ ഹീറോ ആണോ അതോ പിന്നെ സഹനടനാണോ അതൊന്നുമല്ല, നീ ഒരു വലിയ നടനായി. അവിടെ ഇരിക്കുക. ഗംഭീരം. ഗ്രേറ്റ് ജോബ് ഡ്രാമ ഗൈസ്. ഓസം. ഹനൂന, ഓ, ഇത് ടോട്ടൽ പാക്കേജ് ആയിരുന്നു. കണ്ണിങ്ങനെ ഇമ ചിമ്മാതെ നോക്കിക്കൊണ്ട് എല്ലാരും ഭയങ്കര ചേഞ്ച്. എന്തായാലും മോനെ നിന്നെ ഞാൻ ഏറ്റെടുത്ത് കേട്ടോ. അയ്യോ, ഡെഫിനറ്റ് ആയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയും. നിന്റെ പേര് പേരെന്താ പറഞ്ഞേ? ധ്യാൻ. ധ്യാൻ. ഓ, ധ്യാൻ ശ്രീനിവാസൻ. അതിന്റെ ധ്യാൻ അല്ല, എനിക്ക് ഓർക്കാൻ വേണ്ടി. ഓ അങ്ങനെ. അപ്പൊ ഞാൻ പറയും നിനക്ക് മിക്കവാറും 2 മാസത്തിന് അങ്കിൾ ഒരു റോള് വാങ്ങിച്ചു. ആഹാ ഡെഫിനറ്റ്. കാരണം നിനക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ ആദ്യം തൊട്ട് എൻ്റെ വരെ നിന്നെ ആയിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളെല്ലാവരും മോശമൊന്നുമല്ല, നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവന്റെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, അതായത് ഇവൻ ഈ കൊലുനാരായണൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് പോലും അവൻ ആ വേദിയിൽ മിണ്ടാതിരുന്നിട്ടില്ല. അവന്റെ വെപ്രാളവും നോട്ടവും പിടുത്തവും. അതിനിടെ നിങ്ങളുടെ അടി വാങ്ങിക്കുകയും. ഇടേ, നീ എന്തിനാ അവനെ അടിച്ച്? അറിയാതെ അടിച്ചുപോയി. അറിയാതെ അടിച്ചു പോയാ? എന്തായാലും വളരെ നന്നായിരുന്നു, നന്നായിട്ട് പാടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോടെ പവർഫുൾ വോയിസ്. അതിങ്ങനെ കറക്റ്റായിട്ട് നൂല് പിടിച്ച പോലെ നിന്ന്. സരിഗമ അത് ഏറ്റവും ടോപ്പ് പോർഷനാണ്. അത് വരുമ്പോഴത്തേക്ക് അതൊരു ഇത്ര എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് പാടുമ്പോഴത്തേക്ക് കിട്ടണമെന്നില്ല. കിട്ടിയാൽ കിട്ടി. പക്ഷെ അവിടെ ചെറിയൊരു സംഭവം, അത് സാരമില്ല കേട്ടോ. നമ്മള് പിന്നെ വരുന്ന സ്വരം ഉണ്ടല്ലോ, ശരിക്കും അത് സ്വരസ്ഥാനത്തല്ല ആ സ്വരം വരുന്നത് അല്ലേ? ഇതിനെ ഒരു കോമഡി ലൈനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞൂടാത്തോണ്ടല്ല, അവർക്ക് നല്ല അറിവുള്ളതാണ്. കാരണം MK അർജുനൻ സാറിന് അറിഞ്ഞൂടാതാരെങ്കിലും സ്വരസ്ഥാനത്ത് അല്ലാത്തവർ സ്വരം വെക്കൂ. അപ്പം ഒരു കോമഡി ഇതായതുകൊണ്ട് അവർ അത് വെച്ചെന്നുള്ളൂ. പിന്നെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, എന്തടി കല്യാണി മുല്ലപ്പൂ വാസന കൊല്ലത്തു നാരായണൻ വന്നിട്ടുണ്ടോ. ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, ദീപുവിൻ്റെ അച്ഛൻ്റെയും എൻ്റെയും ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് ദുബായിലുണ്ട്. കുറുപ്പണ്ണൻ എന്നാണ് വിളിക്കുന്നത്. പുള്ളി ഒരു ശകലമൊക്കെ ഒന്ന് വീശിക്കഴിഞ്ഞാൽ ആദ്യത്തെ പാട്ടാണ് എന്തടി കല്യാണി മുല്ലപ്പൂ വാസന കൊല്ലത്തു നാരായണൻ വന്നിട്ടുണ്ടോ. ഇങ്ങനെ പുള്ളിയുടെ ഒരു ഇത് എൻ്റെ ചെവിയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. എന്തായാലും ടോട്ടലി ഇറ്റ് വാസ് വെരി നൈസ്. ഗംഭീരമായിരുന്നു, ഗംഭീരം. മോനെ ഓങ്ങി വെച്ചോ. ഹനൂന, ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഒരു രക്ഷയില്ല, ഞെട്ടിപ്പോയി കണ്ടിട്ട്. ഉഗ്രനായിരുന്നു. ഹനൂനയുടെ ഒപ്പം തന്നെ സ്കോർ ചെയ്തത് ആ പയ്യനാണ്. ഒരു രക്ഷയില്ല. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മോൻ ഇന്ന് അഭിനയിച്ചത്. ധ്യാൻ ഇവരെല്ലാരും കൂടി ശരിക്കും എടുത്തങ്ങ് ടോർച്ചർ ചെയ്തു ഇല്ലേ? അത് വെച്ച് ശരിക്കും അടി കിട്ടി അവന്. അത് വെച്ച് അടി കിട്ടി. ഒരു തള്ളു ഹനൂനയുടെ അടുത്ത് കിട്ടി. പിന്നെ നോക്കുമ്പോ ഹനൂന അവന്റെ മുടി പിടിച്ച് വലിച്ചൊരു കറക്കം. അപ്പം കറക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഹനൂനെ നോക്കി. ഹനൂന കുഞ്ഞല്ലേ, അപ്പൊ ഹനൂന എന്നെ നോക്കിയിട്ട് അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമൊന്നും ഇല്ലാന്നുള്ളൊരു നോട്ടം. പിന്നെ തൂക്കിയെടുത്തില്ലേ? ഇങ്ങനെ ഒന്നില്ലേ? മറ്റേ പയ്യൻ നേരത്തെ വന്ന് മുടിയൊക്കെ കെട്ടിവെച്ചപ്പോ ഒരു റോക്ക് ലുക്കായിരുന്നു. ഇപ്പൊ വെളിച്ചപ്പാടായി. എല്ലാരും അവനവന്റെ ഏരിയ നല്ല സൂപ്പറായി ചെയ്തു. ഹനൂനെ ഏറ്റവും എനിക്ക് സർപ്രൈസ് ആയത്, ഹനൂന വന്ന ഉടനെയുള്ള മറ്റു കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെയുള്ള ലിപ്സിങ്ക്, ആ ഡയലോഗ് പറഞ്ഞപ്പോഴൊക്കെ ഉഗ്രനായിരുന്നു ഹനൂന, നോ ഡൗട്ട്. പിന്നെ ഇതിന്റെ ഒക്കെ ഒപ്പം ഹനൂന പാടിയപ്പം ഹനൂനയ്ക്ക് ഉണ്ടായ ആ ഒരു പാട്ടിന്റെ ഇടയിൽ കൊണ്ടുവരുന്ന എക്സ്പ്രഷൻ, ഒലക്കേടെ മൂട്
അത് പറയുമ്പോഴൊക്കെ ശരിക്കും അതൊരു പാട്ടായിട്ടല്ല, അത് ശരിക്കും ഡയലോഗ് ഡെലിവറി വിത്ത് സോങ് വരുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഒരുമിച്ച് വന്ന് ചെയ്ത ആ പാക്കേജിങ്ങിനാണ് ഏറ്റവും വലിയ കയ്യടി. പിന്നെ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് ആ ഡ്രാമ ക്രിയേറ്റ് ചെയ്തൊരു സംഭവം. ഇതിനോടൊപ്പം തന്നെ ഹനുനയുടെ പാട്ടിൽ വേണ്ടുന്ന ചെറിയ ചെറിയ ന്യൂവൻസസ് ഉണ്ട്. അത് മ്യൂസിക്കിൻ്റെ ഒപ്പം തന്നെ അതിലൊരു ലൈഫ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അതും കൂടി വരുമ്പോഴാണ് അത് ഫുള്ളാവുന്നത്. അത് എനിക്ക് തോന്നുന്നു ഹനുന വളരെ ജസ്റ്റിഫൈഡ് ആയിട്ട് തന്നെയാണ് ഹനുന ഇന്ന് പെർഫോം ചെയ്തത്, ഒരു സംശയമില്ല. പിന്നെ മ്യൂസിക്കാലിറ്റി ഓഫ് കോഴ്സ് ഇത്തരം ഡ്രാമയും ഒരുത്തിനെ മുടി പിടിച്ച് വലിച്ച് കറക്കുന്നതിൻ്റെയൊക്കെ ഇടയിൽ ചെറിയ വളരെ കുഞ്ഞ് സ്ലിപ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാനൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണമൊന്നുമല്ല, നമ്മൾ എന്താണ് ഇങ്ങനത്തെ ഒരു പാട്ടിൽ നിന്നും ഒരു ഓഡിയൻസിനും ജഡ്ജസിനും കിട്ടേണ്ടത്, അത് മോള് വളരെ നന്നായിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഹനുന എന്തായിരുന്നു? ഓ മൈ ഗോഡ്, അതൊരു ടോട്ടൽ പാക്കേജാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ഒരു കോലു നാരായണനല്ലേ, എന്തായിരുന്നു? മൈ ഗോഡ്, നല്ല മുഖഭാവങ്ങളും പിന്നെ ബോഡി ലാംഗ്വേജ് തീർച്ചയായിട്ടും ഒരു വലിയ നടനാവും കേട്ടോ. അവസരമായിരുന്നു. പിന്നെ വെളിച്ചപ്പാട് ഞാൻ കണ്ടിട്ട് ഞാൻ നെട്ടിപ്പോയി കേട്ടോ, അസറായിട്ട്. ഹനുന എന്താ, മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചെയ്തിട്ട് പാട്ടും പാടി, നല്ലോണം പാടി, എക്സ്പ്രഷൻസ് വളരെ ഭംഗിയായിരുന്നു. എസ്പെഷ്യലി ആ ഒരു ഓലക്കയുടെ ജീവിതത്തിൽ ഇനി മറക്കില്ല, അത്ര ക്യൂട്ടായിരുന്നു. അഫ്കോഴ്സ് ഇടയ്ക്ക് പാടിയ ആ സ്വരം, ആദ്യം പാടിയപ്പോ കുറച്ചൊന്നും വളരെ മുകളിലല്ലേ ആ സ്വരം അല്ലേ, വേണമെങ്കിൽ കുറച്ചൊന്ന് ശ്രുതി കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ശ്രുതി അങ്ങനെ പിടിച്ച് പാടണമെങ്കിൽ ബുദ്ധിമുട്ടാ അത്. പക്ഷെ മോള് സെക്കൻഡ് ടൈം വന്നപ്പോ അസലായിട്ട് പാടി. ഹനുന കുട്ടി സൂപ്പർ ആയിരുന്നു. പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് നന്നായി. നിങ്ങളുടെ ഡയലോഗ് പ്രസന്റേഷനും ആക്ഷനും പാട്ടും എല്ലാം കൂടി ചേർന്ന ഒരു കൗതുകമുണർത്തുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് തോന്നിയത്. പാട്ടും ഈ പറഞ്ഞ പോലെ വളരെ നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. എനിക്ക് ആ ഹൈ പിച്ചിലുള്ള ചിരി ഇപ്പോൾ അതൊക്കെ ചിരിയൊക്കെ മ്യൂസിക്കലി നല്ല, അതൊക്കെ നല്ല മ്യൂസിക്കലി ആയിരുന്നു. ആ ചിരിയെല്ലാം നല്ല യോജിച്ചു വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒലക്കട മൂഡ്, അതൊക്കെ എന്തായാലും കലക്കി. ചെറിയ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ട് കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാമല്ലോ ഒരുമിച്ച്, അതിൻ്റെ ഇടയിൽ അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും ഇത്രയധികം നന്നായിട്ട് മാനേജ് ചെയ്തല്ലോ അതെല്ലാം കൂടി. സ്പെഷ്യലായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ് എല്ലാവരും, ടീം അംഗങ്ങളെ മുഴുവനും കേട്ടോ. എല്ലാവരും കലക്കി, എല്ലാവരുടെയും കാര്യങ്ങൾ അവരൊരു ഭംഗിയായിട്ട് ചെയ്തു. സൂപ്പറായിരുന്നു. ഓർക്കസ്ട്രയും അടിപൊളിയായിരുന്നു. മോള് പാടിയത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഇതാണ്. ഇതാണ് പെട്ടെന്ന് വന്നത് മനസ്സിലേക്ക്. എന്തായാലും കൊള്ളാം. ഇതുപോലുള്ള പെർഫോമൻസ് ഇനിയും ഇതോടെ കാഴ്ചവെക്കൂ, ഞങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കൂ, പ്രേക്ഷകരെയും എല്ലാവരെയും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അനുന ഉത്തരം പറയരുത്. ചോദ്യം: രാമൻ 8 വയസ്സ്, അപ്പം ലക്ഷ്മണന് 4 വയസ്സ് കേട്ടോ. അതായത് പകുതി 8 ആകുമ്പോൾ ലക്ഷ്മണന് അതിൻ്റെ പകുതി 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ രാമന് 14 വയസ്സാകുമ്പം അനിയൻ എത്ര വയസ്സാവും? 6.5 വയസ്സ്. 10 വയസ്സാണോ മതങ്ങള്? അല്ലല്ല, അതില് പകുതിയല്ലേ, ഹാഫില് 7 അല്ലേ? 7. ശരി, മീനുട്ടി പറഞ്ഞോ. 7 വയസ്സാവും. 7 വയസ്സ്. അതെങ്ങനെയാ? 8-നെക്കാളും 4 വയസ്സ് കുറവാണ് രാമന്. അപ്പൊ 10 വയസ്സാകുമ്പം 6 വയസ്സ്, 14 വയസ്സാകുമ്പോ 10 വയസ്സല്ലേ ആവുക? അല്ല, 7 കേട്ടോ. അല്ല, അപ്പൊ 4 വയസ്സല്ലേ? 8 വയസ്സുള്ള സമയത്ത് രാമനെക്കാളും 4 വയസ്സ് കുറവാണ് അനിയന്. അപ്പൊ 14 വയസ്സുള്ള സമയത്ത് 4 വയസ്സല്ലേ കുറവുള്ളൂ? അതെ. അപ്പൊ 10. അപ്പൊ നിങ്ങൾ എല്ലാം 8 പറഞ്ഞത്? അല്ല, 7 പറഞ്ഞത്? അതെന്താ നമ്മൾ പിന്നെ 7 പറഞ്ഞേ? അതാണ് കുസൃതി ചോദ്യം എന്ന് പറയുന്നത്.
അയ്യോ ഇപ്പൊ എല്ലാരും തോറ്റു. എല്ലാരും തോറ്റു. എല്ലാരും ദീപങ്ങൾ തോറ്റു. ജയിച്ചു. അനുജി വരെ തോറ്റു. ഇവിടെ 7 പറഞ്ഞത്. മധുവങ്കളെ 7 പറഞ്ഞത്. ഞാൻ അത് 6.5. അത് ഭയങ്കര കുറച്ച് ചിന്തിച്ചു അവിടെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതെ 6.5. ഓക്കെ ഹനുന, ഓ ഹനുനയ്ക്ക് ഇന്ന് അങ്കിൾ തരുന്ന മാർക്ക് 9 out of 10. താങ്ക് യു സർ. അനുന ഓ പിടിച്ചോ ഒരു 9 കൂടി. താങ്ക് യു സർ. ഹനുന കുട്ടി ഓ ഇന്നാ പിടിച്ചോ ഒരു 9.5. ഞങ്ങൾ രണ്ടുപേരുടെ ഭാഗത്ത്. താങ്ക് Okay. യു സർ. താങ്ക് യു. ടോട്ടൽ 27.5 out of 30. താങ്ക് യു സർ. അനുന ഒരു ശീലമായി മാറ്റിയോ എന്നൊരു സംശയമുണ്ട്. പിടിച്ചോ എ ഗോൾഡൻ താങ്ക് യു സർ. അടിയൊരു 4 കാലുള്ള പൂക്കുറ്റി. Congratulations, you are awarded a golden cow. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ടാറ്റ. എല്ലാവർക്കും ഓരോ അടി വെച്ച് തന്നു വിടട്ടെ? ഇല്ല വേണ്ട, പൊക്കോ. ടാറ്റ. നാ. അപ്പൊ നമ്മുടെ പാട്ട് കേട്ടു, പെർഫോമൻസ് ഒക്കെ കണ്ടു, നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സും ഗ്രേഡും ഒക്കെ അറിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. കുഞ്ഞു കിന്നാരം കൊണ്ട് മനം മയക്കിയ കോഴിക്കോട്ടുകാരി, വെൽക്കം. അയ്യോ കടിക്കട്ടെ. നീലക്കിളി നീലക്കിളി. അല്ലല്ല, ആ. നീലപ്പൊന്മാൻ. അതാണ് കറക്റ്റ്. അത് മതി. ഏത് പാട്ടാണ്? ആഴക്കടലിന്റെ അങ്ങേക്കരയിലെ നേരം വെളുക്കുന്ന മേട്ടിൽ. ഓ മേട്ടിൽ എന്താ അമ്പിളി മാമനെ അമ്പിളിമാവനെ പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. ആ ഓ എനിക്ക് വയ്യ. പാട്ടൊക്കെ പഠിച്ചോ മോളെ? പഠിച്ച ആരാ അതിന്റെ സംഗീതം? ഇതിന്റെ സംഗീതം വിദ്യാസാഗർ സർ. ഓക്കെ. പാടിയത് ആരാ? ജാനകിയമ്മ. ജാനകിയമ്മ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ജാനകിയമ്മനെ നേരിട്ട് കാണണമെന്ന. ഓ ഈ ആഗ്രഹം വേറൊരാൾ കൂടി ഇവിടെ പ്രകടിപ്പിച്ചിരുന്നല്ലോ. അതാരാ? ദേവനന്ദ. ദേവനന്ദ. MS ദേവനന്ദ. അപ്പൊ എല്ലാവർക്കും കൂടെ ടിക്കറ്റ് എടുക്കാം നമ്മള്. ഹൈദരാബാദിലല്ലേ ജാനകിയമ്മ? അപ്പൊ ഓൾ ദ ബെസ്റ്റ് മോളെ. നന്നായിട്ട് പാടും. Thank you.
ഇഞ്ചി കുഞ്ചി. ഓ അവൾക്ക് ആ പേര് ഭയങ്കര ഇഷ്ടം അല്ലേ? ഇഞ്ചി കുഞ്ചി. ഇഞ്ചി കുഞ്ചി ഇന്ന് തൂത്തുവാരി. താങ്ക് യു സർ. അസലായിട്ട് പാടി മോളെ. താങ്ക് യു. കാരണം ആഴക്കടലിന്റെ ആ തുടക്കം പല്ലവിയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നല്ല നല്ല ആ ജാനകി അമ്മ പാടിയ ഫീല്. പിന്നെ എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ട നമ്മുടെ വിദ്യാസാഗർ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും അതുപോലെ തന്നെ ഓർക്കസ്ട്രേഷൻ. ആഹാ, ആ ഫ്ലൂട്ട് വരുന്ന പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം എനിക്ക് ജസ്റ്റ് ആ ഫ്ലൂട്ട് വന്നപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈറ്റാനിക് ഇല്ലേ, ടൈറ്റാനിക്കിൻ്റെ ഒരു ഫീൽ അവിടെ വന്നായിരുന്നു. അതിൻ്റെ ഒരു ഫ്ലൂട്ട് ഉണ്ടല്ലോ, ഒരു തീം മ്യൂസിക് ഉണ്ട്, അതിൻ്റെ ഒരു ഫീൽ എനിക്ക് അവിടെ നിങ്ങൾ വരുത്തി ഈ കരിമ്പൻ. അന്നായിരുന്നു ടോട്ടൽ ഓർക്കസ്ട്ര വാസ് വെരി 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 സപ്പോർട്ടിങ്. അതാണല്ലോ. അപ്പോൾ അതൊന്ന് പാടി, അമ്പാടി തന്നില്ലേ. സാവാഷ ഇത്തിരി കൺമഷിയില്ല. നേരത്തെ ഇത്തിരി ഒരു ഇതുണ്ടായിരുന്നു ശ്രുതിയുടെ. ഇതിപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് പാടിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ നിന്നെ മോഹിച്ച പെണ്ണാൾ വേണമെന്ന് പറഞ്ഞ എക്സ്പ്രഷൻ, ഭയങ്കര എക്സ്പ്രഷൻ. അത് പാടിക്കുക. ശ്രുതിയിൽ നിന്ന് ഇത്തിരി വിട്ടു പോയോ എന്നൊരു സംശയമുണ്ട്. ഈ പ്രായത്തിൽ ഇത് ഇത്രയൊക്കെ മതിയെന്നാണ് അല്ലേ മീനുട്ടി? പിന്നെ ആ മീനുട്ടി ഇപ്പൊ ആരാ? ചെമ്മാങ്കുടി ശ്രീനിവാസേര് തോറ്റു. അത്രയൊക്കെ അറിയുവാ കയ്യില്. എന്തായാലും നന്നായിരുന്നു മോളെ. ടോട്ടലി ഞാൻ പറയുന്നത് ഇത് ഒരു കൊച്ചുകുട്ടിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പാട്ടാണ്. അത് മോള് നന്നായിട്ട് പാടി. വെരി ഗുഡ്. ദേവനമോൾ, ഇന്ന് നല്ല സുന്ദരിയായി നീല ഡ്രസ്സും ഇട്ട് വന്ന് കടൽ തീരത്തിരുന്ന് കടലമ്മയുടെ സൈഡിലിരുന്ന് പാട്ടുമൊക്കെ പാടിയപ്പം ശരിക്കും നമുക്ക് ആ ഒരു ഫീലിലേക്ക് അങ്കിളിനെ കൊണ്ടുപോയി. മോള് ഉഗ്രനായിട്ട് പാടി. എനിക്ക് ഇത് ഒറിജിനൽ ജാനകിയമ്മയാണ് പാടിയിട്ടുള്ളതെങ്കിൽ കൂടെ മോളുടെ ശബ്ദത്തിൽ ഇത് കേട്ടപ്പോൾ വേറെ ഫീലായിരുന്നു. കാരണം ജാനകിയമ്മയുടെ വോയിസിൽ കേൾക്കുമ്പോൾ ഒരു പ്രായമായിട്ടുള്ളൊരു അമ്മയുടെ ശബ്ദമാണ്. മോള് പാടിയപ്പം അമ്മയ്ക്ക് വേണ്ടി മോള് തിരിച്ച് അങ്ങോട്ട് പാടിക്കൊടുക്കുന്ന ഒരു താരാട്ടിൻ്റെ ഒരു ഫീലാണ് കിട്ടിയത്. അതിലും അതിൻ്റെതായ ഒരു കൗതുകം ഉണ്ടായിരുന്നത് കേൾക്കുമ്പോൾ. പിന്നെ എനിക്ക് മോള് പാടിയപ്പം പല സ്ഥലത്തും ശരിക്കും വല്ലാതെ അങ്ങ് ഫീൽ ചെയ്ത് മോളത് എക്സ്പ്രസ് ചെയ്തു. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കടലമ്മയോട് അതെയോ ആ ലൈൻ, അത് ഒരു രക്ഷയില്ല. അതൊന്ന് പാടി കേൾക്കാൻ ഒരു പ്രാവശ്യം കൂടി പ്ലീസ്, നമുക്ക് രണ്ടുപേർക്കും കൂടി. അതെ. സൂപ്പർ. This is just unbelievable ആണത്. ഈ എക്സ്പ്രഷൻസ്, ഈ എക്സ്പ്രഷൻസിലാണ്, ഇതിന്റെ നോട്ട്സിലല്ല. ആ നോട്ടിന് കൊടുക്കുന്ന ടച്ച് എത്ര ലൗഡ്, എത്ര സോഫ്റ്റ്, അതിലാണ് ഇതിന്റെ കംപ്ലീറ്റ് ലൈഫ് ഇരിക്കുന്നത്. മോൾ അത് ശരിക്കും തന്നെ അത് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഇഷ്ടപ്പെട്ടു. മോള് മൈക്ക് പിടിക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും ക്ലോസ് ആയിട്ട് പിടിക്കണം. ഇപ്പം മോള് പാടിയപ്പോഴും ആദ്യം സോഫ്റ്റ് ആയിരുന്നു, പിന്നെ അങ്കിള് കാണിച്ചപ്പോൾ മോൾ അത് അടുത്ത് വെച്ചു. കാരണം മോളുടെ ശബ്ദത്തിൽ ഇങ്ങനത്തെ എക്സ്പ്രഷൻസിന് വരണമെങ്കിൽ മോള് ലൗഡായിട്ട് പാടാൻ പാടില്ല. ഇത്ര ലൗഡായിട്ടേ പാടാൻ പാടുള്ളൂ. പക്ഷേ ആ മൈക്ക് അങ്ങ് അടുത്ത് വെക്കണം. എന്നാലേ ഈ പാടുന്നതിൻ്റെ ഒളിച്ചിരിക്കുന്ന ബ്യൂട്ടി കാണുന്നവരിലേക്ക് എത്തുള്ളൂ. കേട്ടോ? ഓക്കെ, ശരി. ഓൾ ദി ബെസ്റ്റ്. സൂപ്പറായിരുന്നു. കേട്ടോ, നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ഇത്രയും എക്സ്പ്രഷൻസ് ഇടുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും വേറെ ആരിലും ഇങ്ങനെ ഇത്രയും ഞാൻ കണ്ടില്ല. കഴിഞ്ഞ ടോപ്പ് സിംഗർ ഫസ്റ്റ് സീസണിൽ നമ്മുടെ വൈഷ്ണവി പണിക്കർ
ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ എക്സ്പ്രഷൻസ് കൊടുത്ത്. ആ കുട്ടിയും വളരെ കുഞ്ഞതാ, കണ്ടിട്ടില്ലേ? ആ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മോളും നല്ല ഫീൽ കൊടുത്ത് പാടുന്നുണ്ട് കേട്ടോ. അതിന് പ്രത്യേകം അങ്കിൾ അഭിനന്ദിക്കുന്നു താങ്ക് യു സർ. പിന്നെ ആ അവസാനത്തെ ചരണത്തിൻ്റെ അവസാനത്തെ ലൈൻ അത് ശ്രുതി ചേർന്നില്ലെങ്കിലും വളരെ നല്ല ഫീൽ കൊടുത്ത് മോള് പാടി. എനിക്ക് ലാസ്റ്റ് നിർത്തിയപ്പോൾ ചിരിയൊക്കെ ഇല്ലേ, ആ ഫിനിഷ് ചെയ്യുന്ന ഭാഗം അതൊന്ന് എനിക്ക് കേൾക്കാൻ വേണ്ടി ഒന്ന് പാടാമോ? സൂപ്പർ. താങ്ക് യു സർ. ഓക്കെ, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്കൊന്നും പറയാനില്ല, എല്ലാവരും പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഐ ലവ് യു എന്നാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയും എക്സ്പ്രഷൻസും ആ ഫീലും, ഇത് മനസ്സിലായാണോ എല്ലാം, അത് അങ്ങനെ മനസ്സിലാക്കി പാടുന്നതോ അല്ലെങ്കിൽ ഒരു ദൈവാധീനമാണോ എന്താണെന്ന്, പക്ഷെ ഒരു മാജിക്കാണ് എപ്പോഴും ദേവനശ്രീയെ പാടുമ്പോൾ കേട്ടോ. ചില സ്ഥലങ്ങളിൽ കുറച്ച് ഒന്നുകൂടി ശ്രുതി കറക്റ്റായി വരാമായിരുന്നു, അത് കുഴപ്പമില്ല. ഇത്രയെങ്കിലും ഒന്ന് തെറ്റ് വരട്ടെ ചിലപ്പോൾ. പക്ഷേ ഈ കടലമ്മയോട് നീ പാടിയല്ലേ ഇപ്പോൾ, അത് ജസ്റ്റ് ഒരു പ്രാവശ്യം എനിക്ക് ജാനകി അമ്മയുടെ ആ ഒരു ഫ്രേസ് കേട്ടിട്ട് എനിക്കൊരു വേറൊരു പാട്ട് തോന്നി. അത് ജസ്റ്റ് പാടിയിട്ട് ഞാൻ അത് പാടിക്കാൻ വെക്കാം. ആ ഫ്രേസ് കേട്ടിട്ട് ആദ്യം ജാനകി അമ്മ രാജാ സാറിന് പാടിയ അന്നക്കിളി പാട്ട്, അത് വളരെ പോപ്പുലറാണ്. അതിൻ്റെ ചരണത്തിൽ ഉറങ്ങാതെ കണ്ണുകൾക്ക് ഓലെ കൊണ്ട് മയ്യെഴുതി കലങ്കാതെ കാത്തിരുപ്പ് കൈപിടിക്ക വരുവാരോ അന്നക്കിളി വന്ന് തേടുകേ 6 മാസം ഒരു വർഷം അവരോ ഭൂമി വാടുതേ വന്ന് തേടുതേ. അത് ജാനകിയമ്മ ആദ്യം പാടിയ പാട്ടാണ് രാജാ സാറിൻ്റെ. ഈ ഒരു ടച്ച് അല്ലേ, അത് ജാനകിയമ്മൻ്റെ ആ ഒരു ഫ്ലെയർ, അത് മോള് പാടിയപ്പോൾ എനിക്ക് അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ജാനകിയമ്മേന്റെയും ബർത്ത്ഡേ ഒരു ദിവസം അത് ഏപ്രിൽ 23. ഞാൻ ജാനകി അമ്മയോട് ഇന്ന് തന്നെ ഒരു മെസ്സേജ് അയക്കാം. ജാനകി അമ്മയുടെ ഒക്കെ മോൻക്ക് ഇങ്ങനെ ഒരു ദേവനശ്രീയ പാടി എപ്പോഴെങ്കിലും പറ്റെങ്കിലും നമ്മൾ നേരിട്ട് വന്ന് കാണാന്ന് ഞാൻ പറയാം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓസം. താങ്ക് യു. വെൽക്കം. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടേ. അത് ഇങ്ങനെ സ്പീഡിൽ പറയണം. ടങ് ട്വിസ്റ്റർ. ഓക്കെ. മച്ചിൽ അറയിൽ അരൂൽ ഉറിയിൽ ഉരുളിയിൽ ഉരിപ്പാല്. മച്ചിലറയിൽ അത് സ്പീഡിൽ. അല്ല, അവിടുന്ന് തുടങ്ങിക്കോ. മച്ചിൽ അറയിൽ അരൂൽ ഉറിയിൽ ഉരുളിയിൽ ഉരിപ്പാല്. മച്ചിൽ അറയിൽ മച്ചിൽ അറയിൽ അരൂൽ ഉരുളിയിൽ മച്ചിൽ അറയിൽ അരൂൽ ഉറിയിൽ ഉരുളിയിൽ ഉരിപ്പാല്. അരുൾ ഉരിയില്ല. അരൂൽ നമ്മൾ അടുത്ത് അരുൾ ഉരിയിൽ അല്ലല്ല, അരുൾ ഉരിയിൽ. മച്ചിൽ അറയിൽ അരൂൽ ഉറിയിൽ അരുൾ ഉറിയിൽ ഉറിയിൽ ഉരുളിയിൽ ഉരിപ്പാല്. ഉരിപ്പാല്. എഴുതി വെച്ചൊക്കെ ഉരിപ്പാല്. മച്ചിലറയിൽ അരുൾ ഉറിയിൽ ഉരുളിയിൽ ഉരിപ്പാല്. ഒരു 5 പ്രാവശ്യം പറഞ്ഞു ചേച്ചി, മാസായിരിക്കും. നോക്കാതെ പറ്റും. ഒന്ന് നോക്കി പറഞ്ഞു. മച്ചിൽ അറയിൽ അരൂൽ ഉറിയിൽ ഉരുളിയിൽ ഉരിപ്പാല്. അത് എന്റെ അമ്മമ്മ പറഞ്ഞു തന്നതാ. അത് നീ പറയാ ഫസ്റ്റ്. നിങ്ങൾ ആരും പണിപ്പെടണ്ട, ഞാൻ ഒരാളെ ഇപ്പൊ പറയാൻ പോവാം. ദൈവങ്ങളായിരിക്കും. ഞാൻ ഇവരുടെ ഈ ലെവലിലുള്ള സംഭവമല്ല, അത് കഴിയാൻ വെയിറ്റ് ചെയ്യരുത്. ഞാൻ പറയട്ടെ, പിടിച്ചോ. മച്ചിലറയിൽ അരുൾ ഉയിരിൽ ഉറിയിൽ അല്ല, മച്ചിലറയിൽ അരുൾ ഉറിയിൽ ഉരുളിയിൽ ഉരിപ്പാല്.
ശരിയായിരുന്നു. അതെ, മച്ചിലറയിൽ അരുളുയിരിൽ ഉയിരിലല്ല. ഉള്ളിപ്പാൽ. ഉള്ളിപ്പാലോ? ശ്ശെ, എന്റെ പേരുകളാണ്. മച്ചിലറിയിൽ അരുൾ ഉരിയിൽ ഉരുളിയിൽ ഉറിപ്പാല്. ശരി, ആരാ ജയിച്ചവിടെ? ആരാ? അനു ചേച്ചി. അനു മാഡം ദീപങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരെണ്ണം പറഞ്ഞു തരട്ടെ. ബിറ്റി bought some butter. The butter was bitter, so Bitty bought some better butter to make the bitter butter better. Betty bought some butter. The butter was bitter, so Betty bought some bitter butter to make the bitter butter better. ദീപങ്ങൾ പറ. Betty what? Some butter. some butter. The butter was bitter, so Betty bought some better butter to make the bitter butter better. Betty bought butter. The butter was Betty bought bitter. some better. അത് some പോട്ടെ. ഇല്ല അത് പറ്റത്തില്ല. Betty bought some butter. Betty bought some butter. The butter was bitter, The butter was bitter. so Betty bought some better butter to make the better butter bitter. ബെറ്റർ Bitter butter better. നിനക്ക് മാർക്ക് വേണ്ടേ? ജമ. ഹലോ, ഓക്കേ. നിർത്ത. പോയി. ഓക്കേ. മോടെ മാർക്ക് 9 out of 10. താങ്ക് യു സർ. പിടിച്ചോ 9. താങ്ക് യു. മധു അങ്കിളും അനു മാമും മോൾക്ക് തരുന്നു 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. 27.5 out of 30. താങ്ക് യു. A golden crown. ആടി ഒരു നീലപ്പൂക്കുറ്റിലോനപ്പാ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ഗോൾഡൻ ക്രൗൺ. അപ്പൊ നമ്മുടെ പാട്ട് കേട്ടു, പെർഫോമൻസ് ഒക്കെ കണ്ടു, നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സും ഗ്രേഡും ഒക്കെ അറിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. താങ്ക് യു. ബൈ ബൈ. സാങ്കേതിക മേഖലകളിലേക്ക് സ്ത്രീകളെ കൈപിടിച്ചുയർത്തുന്നതിനായി മൈജി ഒരുക്കുന്ന പദ്ധതിയാണ് വുമൺ എംപവർമെന്റ് ത്രൂ ടെക്നിക്കൽ സ്കിൽ ഡെവലപ്മെന്റ്. 18-നും 30-നും മധ്യേ പ്രായമുള്ള ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ അനുബന്ധ വിഷയങ്ങളിലോ ത്രിവത്സര ഡിപ്ലോമ, ITI, VHSC യോഗ്യതയുള്ള സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന സർഫസ് മൗണ്ട് ടെക്നോളജി, മൊബൈൽ ഫോൺ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ മൈജിയുടെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റായ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ കീഴിൽ പരിശീലനം നൽകുന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം പൂർത്തിയായാൽ മൈജിയുടെ വനിതാ സർവീസ് സെന്റർ അടക്കമുള്ള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയും ലഭിക്കുന്നു. 15 പേരടങ്ങുന്ന ആദ്യ ബാച്ചിന്റെ പരിശീലനം ലോക വനിതാ ദിനമായ മാർച്ച് 8-ന് ആരംഭിക്കുന്നു. രജിസ്റ്റർ ചെയ്യാൻ സന്ദർശിക്കൂ www.mygi.in/women empowerment program. നാദവിരുന്നിന് വിസ്മയ വിരുന്നുകൾ നൽകിയ നമ്മുടെ മിടുക്കൻ പാട്ടുകാരൻ തിരുവനന്തപുരത്ത് നിന്നും അക്ഷിത് എത്തുന്നു. വെൽക്കം അക്ഷിത് ഓൺ സ്റ്റേജ്. മാമ, ചെറുക്കനും കുടുംബക്കാരും എത്തിയെന്നാ തോന്നുന്നു. പെണ്ണിനെ ഒളിപ്പിച്ചു. അതെന്തിനാണ് ഒളിപ്പിക്കുന്നേ? അയ്യോ മാമ, ഒളിപ്പിക്കാനല്ല, ഒരുക്കിക്കോളാൻ. ഇതാണ് പെണ്ണിന്റെ അച്ഛൻ, ഇത് ചെറുക്കന്റെ അച്ഛനും അമ്മ. ഇതാണ് നമ്മുടെ ചിക്കൻ. ചിക്കനോ? ആ ബാലല്ല, ചെക്കൻ. എന്നാ പിന്നെ പെണ്ണിനെ വിളിച്ചാലോ? മോളെ ഓയ്. മൂന്നാനെ പെണ്ണിന്റെ അച്ഛന് മീൻ കച്ചവടമാണല്ലേ? വായടച്ചു വെക്കടാ, ഈച്ച കയറും. എങ്ങനെയുണ്ട് പെണ്ണ്? കൊള്ളാം, നല്ല കിടുക്കാച്ചി പെണ്ണ്. എന്നാ പിന്നെ എല്ലാരും ചായ കുടി. ആ അതെന്നാ പണിയാ? അത് എന്റെ ഡയലോഗല്ലേ, ഞാനല്ല അത് പറയേണ്ടത്. ആര് പറഞ്ഞാ എന്താ, കഴിച്ചാ പോരെ. എന്നതാടാ മോങ്ങുന്നേ? പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല, എനിക്ക് മുന്തിരിങ്ങയുള്ള ലഡു കിട്ടിയില്ല. ഓ, അവന്റെ ഒരു മുന്തിരി. എടാ, പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്ക്. പെണ്ണെ, മുന്തിരി ഉള്ളൊരു ലഡു തരാവോ? എടാ, ലഡു ചോദിക്കാനല്ല പറഞ്ഞത്, ആ പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കാൻ. അല്ല, ചെറുക്കന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും സംസാരിക്കാനില്ലേ? ഇത് കഴിച്ചിട്ട് സംസാരിക്കണം. അച്ഛാ, അച്ഛാ, എന്തോടോ? എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം. ആ പിന്നെ പെണ്ണിന്റെ അച്ഛാ, ഇവൻ ആദ്യമായിട്ടാ പെണ്ണ് കാണാൻ പോകുന്നേ. അതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടേ. ടെൻഷൻ വന്നു കഴിഞ്ഞാ അവന് പിന്നെ തനിച്ച് സംസാരിക്കണം. അതിനെന്താ, തനിച്ച് സംസാരിച്ചോട്ടെ. അന്ന് പിന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് മാറി നിൽക്കാം. വാ.
അയ്യോ, ഈ കിളവൻ ഇതെല്ലാം നശിപ്പിക്കും. നിങ്ങൾ ഇത് എവിടെ പോവാ? അല്ല, നീയല്ലേ പറഞ്ഞു തനിച്ച് സംസാരിക്കണമെന്ന്? എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനല്ല, ആ പെണ്ണിനോടൊന്ന് തനിച്ച് സംസാരിക്കാൻ. ആഹാ, അങ്ങനെയായിരുന്നോ? ആ, എന്നാ പിന്നെ അവര് സംസാരിക്കട്ടെ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് കേക്കാം. അല്ല, മാറി നിക്കാന്ന്. പെണ്ണേ സെറുക്കോ. അയ്യോ, പെണ്ണ് എണ്ണ എടുക്കുക. ഞാനേ നാണം കൊണ്ടേ കാലിന്റെ വിരല് കൊണ്ട് ചേന വരയ്ക്കുക. ഹോ, ചേന ഏത് നന്നായി, വല്ലോ ചേമ്പായിരുന്നേല് ചൊറിഞ്ഞ് ഊപ്പാട് വന്നേനെ. പെണ്ണേ സെറുക്കോ, പെണ്ണിന് എന്നെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, പക്ഷെ എന്നാലും എന്നാ പെണ്ണെ കുഴപ്പം? ഞാൻ സുന്ദരനല്ലേ? അതല്ല ഏട്ടാ, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചേട്ടനെന്നെ നോക്കാൻ പറ്റുമോ? കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നോളാം. ഓ, ആ നോട്ടത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. എന്റെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ചേട്ടന് ജീവിക്കാൻ പറ്റുമോ? അതൊന്നും പേടിക്കണ്ട, എന്റെ ഇഷ്ടം പോലെ കാശുണ്ട്. അത് വെച്ച് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. നമ്മുടെ കല്യാണത്തിന് ഞാൻ എന്തൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? എന്റെ പ്ലാനിങ് നിക്കണ്ട നോക്കണ്ട താനെന്റെ പിന്നിലെ തിരക്കി നടക്കേണ്ട കൽക്കണ്ടം പൂശിയ കൈക്കൂലി കാട്ടിയെടുക്കേണ്ട എന്റെ കരളല്ലേ പോടോ പോടോ ചീ പോടോ. ഏകദേശം ഉറപ്പിച്ച കല്യാണമായിരുന്നു. അവൻ പാട്ട് പാടി കൊളോക്കി. അങ്ങനെ എന്റെ മോന്റെ പാട്ടിനെ കുറ്റമൊന്നും പറയണ്ട, അവനെ നല്ല ഉഗ്രം പാട്ടുകാരനാ. ഞാൻ കേട്ട്. ഇയാൾക്ക് സംശയം ഉണ്ടെങ്കിലേ അയൽവക്കക്കാരൊക്കെ കേട്ടോണ്ടിരിക്കുവായിരുന്നില്ലേ, അവരോട് ചോദിക്ക്.
MJ അണ്ണ എങ്ങനെയുണ്ടായിരുന്നു എന്റെ മോന്റെ പാട്ട്? പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ 50 രൂപ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് പ്രശ്നം. അല്ല 10,000 രൂപ തരാം. ആണോ? പക്ഷെ ഞങ്ങൾക്കെല്ലാം 50 രൂപ ചേരത്തുള്ളൂ. വേറെ ആർക്കാണ്ട് 1000 രൂപ കൊടുക്കും. ആർക്കൊക്കെ ആയിരുന്നത്? അമ്മ അപ്പനും അമ്മയും ആ, അപ്പനും അമ്മയ്ക്ക് 1000 രൂപ. പിന്നെ 500 രൂപ ആർക്കാ? അച്ചായമാർക്ക്. അച്ചായും 500 രൂപ. ഞങ്ങളാര്? അയൽവക്കക്കാര്. ഞങ്ങളെന്ത് പൊതിച്ചോറുണ്ടാൻ വന്നിരിക്കുന്ന? നേരാ. എനിക്ക് അപ്പൊ 50 രൂപ തന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചുള്ള ഗ്രേഡും മാർക്ക്. കറക്റ്റാ. ഞങ്ങൾക്കൊരു എല്ലാവർക്കും 10,000 വിട്ട് അതൊക്കെ പോയി. ഇപ്പൊ പൂക്കുറ്റിയാണ് ലേറ്റസ്റ്റ്. എത്ര രൂപ ശരിക്കും തരും? ശരിക്കും വേണോ? പിന്നെ വേണ്ടേ? അയ്യടാ. എനിക്ക് ഈ പറഞ്ഞതിനോട് എനിക്ക് 100% യോജിപ്പുണ്ട്. അതിന് വേണമെങ്കിൽ ആ ലൈൻ മാത്രം ഒന്ന് തിരുത്തിപ്പാട്. അതായത് അപ്പനും അമ്മയ്ക്കും 50 വീതം, 50, അച്ചായന്മാർക്കൊക്കെ 500 വീതം, പിന്നെ judgesന് അയലത്തുകാർക്കൊക്കെ 1000 വീതം. അപ്പനും അമ്മയ്ക്കും 50 വീതം, അച്ചായന്മാർക്കൊക്കെ 500 വീതം, അയലത്തുകാർക്കൊക്കെ 1000 വീതം, അച്ചാരം നൽകിയിട്ട് കല്യാണം. ഇനി ഒന്നുകൂടെ ചോദിച്ചാൽ ആർക്കായിരുന്നു നിമിഷം പാട്ടിന്റെ കാര്യം? പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇതിൽ കൂടുതലൊരു പാട്ടുണ്ടോ? ഇതിൽ കൂടുതലൊരു അഭിനയമുണ്ടോ? ഇതിൽ കൂടുതൽ പുറകെ നിൽക്കുന്ന ഒരു ഡാൻസേഴ്സിന്റെ ഡാൻസ് ഉണ്ടോ? ഇതിൽ കൂടുതലൊരു സ്കിറ്റ് ഉണ്ടോ? ഇതിൽ കൂടുതൽ അച്ഛനും അമ്മമാർക്കും കൊടുത്ത സപ്പോർട്ടുണ്ടോ? ഇതിൽ കൂടുതൽ മധുരമുള്ള ഒരു ലഡ്ഡു ഉണ്ടോ? മുന്തിരിയില്ലാത്ത ലഡ്ഡു. മാത്രമല്ല ഈ കൊട അത് വെച്ച് അവൻ പിടിച്ചൊരു പിടുത്തം, അതിൽ കൂടുതലൊരു പിടുത്തം ഉണ്ടോ? ഒന്നുകൂടെ പിടിയടെ ഒന്ന്. സൂപ്പർ. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഗംഭീരമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് ഞാൻ ഇതിന്റെ ആക്ഷൻസ് ഒക്കെ കണ്ട് ഞാൻ ചിരിച്ചു പോയി കേട്ടോ. കുറേ ചിരിച്ചു. ഞാൻ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വലിയ ട്രീറ്റ് ആയിരിക്കും. കാരണം ഇതുപോലൊരു സംഭവം ഒരു ചാനലിലും വന്നിട്ടില്ല. ഒരു ചാനലിലും വന്നിട്ടില്ല. ഞാൻ കുറേ വർഷമായിട്ട് 2005 തൊട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്. ഇതുവരെ ഇങ്ങനെ ഇത്രയും കോർത്തിണക്കിയ ഒരു വിഭവം ഞാൻ കഴിച്ചിട്ടില്ല. അതായത് ആദ്യം ഒരു സ്കിറ്റ് വരും, ആ സ്കിറ്റിൻ്റെ കറക്റ്റായിട്ട് ജെല്ല് ചെയ്ത് പാട്ട് കയറിപ്പോവും. ആ പാട്ട് നീ അടിപൊളിയായിട്ട് പാടി, അതിനകത്ത് ഒരു തെറ്റുമില്ല, ക്ലീൻ ആയിട്ട് പാടി, വിത്ത് എക്സ്പ്രഷൻസ് അയ്യേ എന്നൊക്കെ വിളിക്കുന്നില്ലേ, അതൊക്കെ പാടി. അതിനുശേഷം ഒരു ക്ലൈമാക്സ്. നീ പാട്ട് പാടി കുളമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ വന്ന് പറയും. പക്ഷെ അവൻ പാട്ട് പാടി കുളമാക്കിയില്ല, പാട്ട് പാടി കലക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഡാൻസേഴ്സിനെല്ലാം വലിയൊരു താങ്ക്സ്. താങ്ക് യു ഡാൻസേഴ്സ്. ഓസം ഓസം. അച്യുത്, എന്തോ ഞാൻ വളരെ അത്ഭുതത്തോടെ ഇരുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ ഈ അഭിനയിക്കുന്ന സമയത്ത് കുട്ടികളാണ് അഭിനയിക്കുന്നത് എന്നുള്ളൊരു ഫീല് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. ക്യാരക്ടേഴ്സ് ഒക്കെ ശരിക്കും വലിയ മുതിർന്നവരായിട്ട് തന്നെ നമ്മൾ ഫീൽ ചെയ്യിപ്പിച്ചു. ശരിക്കും നിങ്ങള് കുട്ടികളാന്നുള്ളൊരു ചിന്ത മാറ്റുന്ന രീതിയിൽ നിങ്ങളെ പെർഫോം ചെയ്യും. ഡയലോഗ് മോഡുലേഷൻ, ഇപ്പൊ പാട്ടില് നിങ്ങളെ നമ്മൾ ഗ്രൂമേഴ്സ് ആക്കി എടുക്കുന്നത് പോലെയാണ് പാട്ടിൽ കയറുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു പ്രില്യൂഡ് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അതെല്ലാം കൂടി വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഫുൾ പാക്കേജ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കിട്ടിയത്. ഇപ്പം മോളാണെങ്കിലും മോള് പാടുന്ന സമയത്ത് മോൾക്ക് വേണ്ടി ഇവിടെ ഡബ് ചെയ്ത് നമ്മുടെ വൈഗ മോള് പാടി. വൈഗക്ക് വലിയൊരു കൈയ്യൊടുക്കായിരിക്കും. അതെ. ഇനി അക്ഷത്തിൻ്റെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അക്ഷത്തിൻ്റെ പാട്ടിൽ അക്ഷത്ത് ക്യാരി ചെയ്ത ഹ്യൂമർ, ആ എന്ന് പറയുമ്പോണ്ടായ ശ്രീകുട്ടി ചേട്ടൻ പറഞ്ഞില്ലേ, അത് ആ പാട്ടിന് തന്നെ പിച്ചിലേക്ക് പോയി. പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന് ഓരോ എക്സ്പ്രഷൻസ് ഇടലും, അതിൻ്റെ ഇടയിൽ പാട്ട് കൈവിട്ട് പോകാതെ പാട്ടിന് വേണ്ടുന്ന ഡൈനാമിക്സും എല്ലാം കൊണ്ടുവന്ന് കൂട്ടത്തിൽ അഭിനയിക്കുകയും ചെയ്ത് കുറേ ആ പെണ്ണിന്റെ വായിലിരിക്കുന്ന കേൾക്കുകയും ചെയ്ത്, ഇതെല്ലാം ടൈമിംഗ് ഇല്ലേ, പെർഫെക്റ്റ് ബാലൻസ്. അതിനാണ് അക്ഷരത്തിന് വലിയ കൈയടി. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു അക്ഷത് എല്ലാം കൊണ്ടും ഇന്നത്തെ പെർഫോമൻസിൽ പെർഫെക്റ്റ് ബാങ് ഓൺ പാക്കേജിങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. അടിച്ച് പൊളിച്ച് തകർത്തു തിമിർത്തു, എന്ത് വേണമെന്ന് പറയാം. താങ്ക് യു മാം. ഒരു എന്റർടൈൻമെന്റ് പാക്കേജ്. ദീപക് അങ്കിൾ പറഞ്ഞത് ശരിയാ, നിങ്ങൾ കുട്ടികളാണെന്നൊന്നും അങ്ങനെയൊന്നും തോന്നിയില്ല. ലഡ്ഡു കഴിച്ചതും മുന്തിരി പരിപ്പുള്ള ലഡ്ഡു ഉണ്ടെങ്കിൽ എനിക്കൊന്നും ഇവിടെ. അതാണ് ഞാൻ പറയാൻ വന്നത്. മോനെ കാണിക്കണ്ടായിരുന്നു ആർക്കും. എന്നാലും
വളരെ ക്യൂട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ആസ്വദിച്ചു പാട്ടിനെ, എന്റർടൈൻമെന്റ് ഒക്കെ കണ്ട് ഞങ്ങൾ ചിരിച്ചു ഒരുപാട്. എന്തും പറയാം, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ എന്റർടൈൻമെന്റ്. താങ്ക് യു മാം. ഹാറ്റ്സ് ഓഫ് ടു ഓൾ ഓഫ് യു. സൂപ്പറായിരുന്നു നിങ്ങളെല്ലാവരും കേട്ടാ. ഇവരൊക്കെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ലാലേട്ടനെ കണ്ടിട്ടുണ്ട്, മമ്മൂക്കയെ കണ്ടിട്ടുണ്ട്, ഇവരെയൊക്കെ നേരിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ അഭിനയിക്കുമ്പോൾ നമ്മൾക്ക് ആ ക്യാരക്ടറായിട്ട് അപ്പോൾ നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നൂല അവർ മമ്മൂക്കയാണെന്നോ ലാലേട്ടനാണെന്നോ അല്ല, ആ ക്യാരക്ടറായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. അതുപോലെയാണ് നിങ്ങളെ കണ്ടപ്പോൾ ഒന്ന് തോന്നിയത്. പിന്നെ അത് പാടിക്കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണല്ലോ എന്ന് മനസ്സിലായത്. അക്ഷത് കുട്ടാ സൂപ്പറായിട്ട് പാടി, വളരെ വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. ശരിക്കും അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ എക്സ്പ്രഷൻസും മോൻ കൊടുത്ത് കോമഡി രീതിയിലെല്ലാം കാണിച്ച് അതെല്ലാം വളരെ മനോഹരമായിട്ട് മോൻ ചെയ്തു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് പിന്നെ ഐശ്വര്യ റോയ് കാണണം, ആർക്കെങ്കിലും കാണണം? ഒന്ന് കൈവെക്കൂ ഐശ്വര്യ റോയ്, ഒന്ന് കൈവെക്കൂ. നീയാണ് ഐശ്വര്യ റോയ്. അതെന്താ ഐശ്വര്യ റായുടെ പേര് പറഞ്ഞ പക്ഷത്ത് കൈ വെക്കണത്? ഇവിടെ ഒരാള്, ഒരു കുട്ടി വന്ന് പറഞ്ഞു ഒരാളെ കണ്ടിട്ട് ഐശ്വര്യ റോയെ പോലുണ്ടെന്ന്. നിങ്ങൾക്ക് ഇവിടെ ആരെ കണ്ടിട്ടാണ് ഐശ്വര്യ റായുടെ ഫേസ് കട്ട് തോന്നുന്നത്? വേണ്ടടി വേണ്ട, എന്താണത്? പക്ഷെ എന്നെ കണ്ടിട്ടല്ലേ കൊച്ചു പറഞ്ഞേ. പക്ഷെ എന്നെ കണ്ടിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞു. അതെല്ലാം കള. ഇത് അതുവരെ ആ കുട്ടി പറഞ്ഞതാ. അതെ, പിന്നെ എന്തിനാ മീനൂട്ടി അതൊക്കെ വിശ്വസിക്കണേ? തൽക്കാലം മാർക്ക് പറയാല്ലേ? നല്ലതാ. അക്ഷത്തിന് ഞാൻ 9.5ഉം ബാക്കിയുള്ള ഇവരുടെ എല്ലാവരുടെയും കൂടെ നിന്റെയും കൂടെ ഉൾപ്പെടെയുള്ള പെർഫോമൻസിന് 0.5. ദാറ്റ് മീൻസ് 10 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. അങ്ങനെ എല്ലാത്തിനും വാരിക്കോരി 10 കൊടുക്കുന്നത് അത്ര നല്ല പരിപാടിയാന്ന് തോന്നുന്നില്ല. ഞാനും അത്ര നല്ലവനല്ല. 10 തന്നെ പിടിച്ചോ. താങ്ക് യു സർ. അക്ഷിത്തിൻ്റെ പാട്ടിനൊരു 9.5ഉം ബാക്കിയുള്ള കലാപരിപാടികൾക്ക് ഒരു 0.5 കൂടി കൊടുക്കാം. അപ്പൊ എത്രയാണ്? 10. താങ്ക് യു സർ. 30 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. Which means അക്ഷത്ത് രണ്ടാമത്തെ വട്ടമാണ് 30 ഔട്ട് ഓഫ് 30. Again a golden round. താങ്ക് യു സർ. ആടിയൊരു കല്യാണ ചെക്കൻ പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പാട്ട് കേട്ടു, പെർഫോമൻസ് ഒക്കെ കണ്ടു, നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സും ഗ്രേഡും ഒക്കെ അറിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട് കണ്ണാനെ നീ എന്നെ കിട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണ് എന്റെ നീരാട്ട്, കണ്ണീരിലാണ് എന്റെ നീരാട്ട്. കുട്ടി കൺമണിക്കോട്ടിലെ കുറുമ്പൻ പാട്ടുകാരൻ നമ്മുടെ സ്വന്തം കൃഷ്ണജിത്ത്. വെൽക്കം കൃഷ്ണജിത്ത് ഓൺ സ്റ്റേജ്. കൃഷ്ണു, എന്തോ നീ എന്താണെന്ന് ചന്ദനൊക്കെ തൊട്ട് വന്നേ? പാട്ട് അതുപോലത്തെ ഒരു പാട്ടാണ്. അങ്ങനത്തെ ഒരു പാട്ടാണോ? അതുകൊണ്ട് ചന്ദനൊക്കെ തൊട്ടു. കൃഷ്ണു എന്തോടെ ഇത്? കുർത്തയാ. കുർത്തയോ? കുർത്തയാന്ന്. ഞാൻ ഇങ്ങനെ ഒരു കുർത്ത ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടു. ഭയങ്കര വലുത്. ഇതുകൊണ്ട് ഇത്രയെങ്കിലും. ആ, ഏത് പാട്ടാ മോനെ? ഞാൻ ചിത്രശില പാളികൾ ദാസാറ് പാടി. ചിത്രശില പാളികൾ. ആ പാട്ട് പാടാനാണോ ഈ വേഷം? ആണോ? എന്തുകൊണ്ടാണ് ഇതൊരു ഇലക്ഷൻ ഡ്രസ് പോലെ ഇല്ലേ ഇത്? വോട്ട് കിട്ടാൻ വേണ്ടിയോ? പാട്ട് പാടും മാറും അല്ലേ? പാട്ട് മാറ്റിയല്ലേ പാടുന്നേ? ഇലക്ഷൻ രീതിയിൽ നിന്ന് പാടി നോക്കിയാ പാട്ട്. അതെങ്ങനെയാ സാറേ? ചിത്രശില പാളികൾ, അയ്യോ അത് പറ്റില്ല. ചിത്രശില പാളികൾ, ചിത്രശില പാളികൾ, പാളികൾ, ചിത്രശില പാളികൾ. കയ്യിന്ന് പോവേ. ആരാ എന്റെ സംഗീതം? ദക്ഷിണാമൂർത്തി സ്വാമി സാർ. ആഹാ, എഴുതിയതാരും? വയലാർ സാർ. വയലാർ സാർ. ഇത് പാടിയതാരും? ദാസ് സാർ. ദാസ് സാർ. ഏത് രാഗം? ആഭേരി. വെരി ഗുഡ്. പഠിച്ചിട്ടുണ്ടോ? ആഭീരരാഗം അല്ല അങ്ങനല്ല, ആഭേരി രാഗത്തിൽ വേറെ പാട്ട് പഠിച്ചിട്ടില്ല. ആണോ? അപ്പൊ ഈ രാഗം പഠിക്കാതെയാണ് ഇപ്പൊ പാടാൻ പോകുന്നത്. ഓക്കെ. എന്റെ അമ്മാവനാ പാട്ട് പഠിപ്പിക്കുന്നേ.
അപ്പൊ ഇത് പഠിപ്പിച്ചു തരുമ്പോ ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണ് ഒരു എക്സാമ്പിൾ? എക്സാമ്പിൾ അല്ല, ആ പാട്ടിലെ രാഗം ബേസ്ഡ് ആയിട്ട് കുറെ സംഗതികൾ അങ്ങനല്ല, മാറ്റി പറയാൻ പറ്റത്തില്ല. സംഗതി രാഗം ബേസ്ഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ കേട്ട് പഠിക്കണം എന്ന് പറഞ്ഞത് നിന്റെ മാമൻ പറഞ്ഞ എനിക്കിപ്പോ കേൾക്കണം. എന്താണ്? അവനോട് പറഞ്ഞും പോയി. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ഇങ്ങനെ അടുത്ത് ശ്രീകോവിലകം ഞാൻ തീർത്തു. ഈ കോവിലകം ഞാൻ അങ്ങനല്ലേ? കോവിലകം ഞാൻ തീർത്തു. ഇപ്പൊ ശരിയായി. നേരത്തെ മാമൻ പറഞ്ഞു തന്ന തെറ്റായിരുന്നു. അല്ല, അത് ഞാൻ പടം മാറിയത്. ആ മാമന്റെ പേരെന്തിനാ? ലോഹിതാക്ഷൻ. ഓ ലോഹിതാക്ഷൻ. ഉള്ളി കറക്റ്റ് പാടിക്കോട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ മോനെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നവരാത്രി
സാർ. നന്നായിട്ട് പാടുവനെ. താങ്ക് യു സാർ. അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയാൻ സ്ഥലങ്ങളുണ്ടെങ്കിലും ആ പോയി എന്ന് പറയുന്ന സ്ഥലങ്ങൾ രണ്ടാമത് നീ പാടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പാടും. അപ്പൊ ഞങ്ങളെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ തോന്നി. അതായത് കണ്ടെടുത്തു ഇല്ലേ, അത് ആദ്യം പാടിയപ്പോഴത്തേക്ക് കുറച്ചൊന്ന് സ്ലിപ്പ് വന്നു. രണ്ടാമത് പാടിയപ്പോ നീ കണ്ടെടുത്തത് അല്ലേ, കറക്റ്റ് അല്ലേ? പാടി നോക്കി. വിഗ്രഹം കണ്ടെടുത്തു. അതെ, ചിലയിടത്ത് നീ അത് പതുക്കി കളഞ്ഞു. നീ ആ മേനഖയോ, മേനകയല്ലേ? മേനഖയോ? എടാ നഖത്തിന്റെ ഖായല്ല, മേനക. കാക്കയുടെ ആദ്യത്തെ കാ. ഈനൂട്ടി പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയല്ലേ? പാവപ്പെട്ട കുട്ടികൾ ഒന്ന് പാടുമ്പോ എടാ മേനഖ അല്ല അതാണ് അവൻ നീയാ മേനഖ. പാടിക്കോ. കേട്ടാ കേട്ടാ. നീയാ മേനക നൃത്തം വയ്ക്കും നാൾ പാമരക്കാട്ടിൽ. ശാബാഷ്. അടുത്ത സെക്കൻഡ്. ഏതോ പുഷ്പശരം കൊണ്ടിന്നലെ പാട്. എന്റെ അവിടെ വികാരം കൊണ്ടുപാടി. വികാരം അത് പാടി വരുമ്പോഴത്തേക്ക് എന്റെ തപസ് ഇളക്കിന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവളെ കണ്ടപ്പോ ആ തപസ്സിരുന്ന എന്റെ തപസ് ഇളക്കിന്നാണ്. അപ്പൊ ആ എന്റെ ഒരു 2 കിലോ എക്സ്പ്രഷൻ ഇടുന്നീ അങ്ങോട്ട്. ഏതോ പുഷ്പശരം കൊണ്ടിന്നലെ എന്റെ തപസ്സിളകി കാമിനി 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 എന്റെ തപസ്സിളകി. ആ നല്ല സെലക്ഷൻ. നിന്റെ മാമനൊരു വലിയ കൈയടി കൊടുത്തായിരുന്നു. ലോകിതാക്ഷൻ മാമ, ദാ അങ്കിളുടെ വക ഒരു കൈയടി. നന്നായിട്ട് പാടി കൃഷ്ണു, ടോട്ടലി നന്നായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഒരു ലൈൻ പാടിയിട്ട് കറക്റ്റ് ആവുന്നു, അതേ വരി എന്നെ പിന്നെ പാടുമ്പോഴേ കറക്റ്റ് ആവാതെ വരുന്നു. അത് ശ്രദ്ധിക്കണം. അത് നമ്മുടെ അശ്രദ്ധയാണ്, മാമന്റെ കുഴപ്പമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പാട്ട് അടിപൊളി പാട്ട്. മോനത് ക്ലാസിക്കൽ പഠിക്കാത്തൊരു കുട്ടി, എന്താണ് ആഭേരി എന്നറിയാത്തൊരു കുട്ടി ആഭേരിയിലുള്ള ഇങ്ങനത്തെ ഒരു പാട്ട് എടുത്തിവിടെ പാടിയില്ലേ. അതായത് ആഭേരി വിട്ടു പോവാതെ ആഭേരിയിൽ തന്നെ ഇരുന്നുകൊണ്ട് പാടിയല്ലോ. മാമന്റെ കഴിവ്. അതെ, എന്തായാലും മാമന്റെ കഴിവാണെങ്കിലും മോന്റെ തൊണ്ടയിൽ കൂടിയല്ലേ വന്നത്. അതിന് മോന് വലിയൊരു കൈയ്യടി ആദ്യം. പക്ഷെ ഇപ്പം ആഭേരി വിട്ടുപോകാതെ മോൻ പാടി. പക്ഷെ ആഭേരിയുടെ അകത്ത് ആഭേരിയുടേതായ കുറച്ച് ഭാവങ്ങളുണ്ട്. അത് വരുമ്പോഴാണ് അത് അതിൻ്റെതായ ഒരു ശരിക്കും ആ രാഗഭാവം തെളിഞ്ഞങ്ങ് വരുന്നത്. സ്വാമിയുടെ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഏത് രാഗം എടുത്താലും അത് പ്യൂർ ക്ലാസിക്കലായിട്ടാണ് അദ്ദേഹം അതിനെ സമീപിക്കുന്നത്. അപ്പം മോൻ അത് അങ്ങനത്തെ പാട്ടുകൾ എടുക്കുമ്പം കുറച്ച് എക്സ്ട്രാ വർക്ക് ഈ രാഗങ്ങളെ കുറിച്ച് മോൻ കുറച്ചധികം പഠിക്കണം. എന്നാലേ മോൻ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ മോൻ ഇത്രയും പഠിക്കാതെ മോൻ ഇത്രയും ചെയ്തല്ലോ. വലിയ ആൾക്കാർ പഠിക്കാതെ പാടുന്നതിനേക്കാളും എത്രയോ ഭേദപ്പെട്ട് മോൻ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും മോൻ ഈ രാഗത്തിനെ കുറിച്ച് കൂടുതൽ അറിവ് ശേഖരിച്ചാൽ മോൻ അത് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും മോന് ഇനിയും ലിറിക്സിന്റെ കാര്യത്തിൽ ഒന്ന് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. എവിടെയൊക്കെ എന്തൊക്കെ വരണം, എന്താണ് സ്ഫുടത എന്നുള്ളത്. പിന്നെ അല്ലാതെ എനിക്ക് വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മോനിപ്പോൾ കുറച്ചും കൂടിയും ഫീൽ എന്താന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ വളരെ നല്ലൊരു സൈനാണ്. ഇപ്പം കൊണ്ടുവരുന്ന പാട്ടുകളിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചാൽ അറിയാം മോൻ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഫീൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. ഈ ഒരു സ്റ്റേജിൽ മോൻ ഇത്ര ആയ സ്ഥിതിക്ക് മോൻ ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. എല്ലാവരും പറഞ്ഞു വളരെ ഡിഫിക്കൽട്ട് സോങ് ആണ് ഇത് കൃഷ്ണു. ഇത് അറ്റംപ്റ്റ് ചെയ്തതിന് ഒരു വലിയ കൈയടി കേട്ടോ. താങ്ക് യു. താങ്ക് യു. എനിക്ക് തോന്നുന്നു ചില കൃതികൾ പോലെ തന്നെ ഈ പാട്ടുകളും തന്നെ അതിൻ്റെ ഒരു പക്വത വേണം പാടാൻ. അപ്പോൾ കുറച്ചുകൂടി മെച്യൂരിറ്റി വന്നിട്ട് ഈ പാട്ട് പാടിയ അത്രയും ഭംഗി നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. തമിഴില് കണ്ണോട് കാണുന്നതല്ല, കണ്ണോട് അത് കേട്ടിട്ടുണ്ടല്ലേ? കണ്ണോട് காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமில்லை நீ
കൺകൾക്ക് സ്വന്തമില്ലേ. പക്ഷെ ഇതിന്റെ ആൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗാരവേലനേവാ ഉൻ സീരാടും മാറോട് വാവാ സിംഗാരവേലനെ ദേവാ. പക്ഷെ ആ സമയത്തിൽ തന്നെ ഇതൊക്കെ കുറച്ച് പോപ്പുലറായ സോങ്സ്. പക്ഷെ ക്ലാസിക്കലില് ജി രാമനാഥൻ അങ്ങനെ പലരും, കെ വി മഹാദേവൻ സാറൊക്കെ ചെയ്ത പാട്ട് പഴമുതിച്ചോലയിലെ തോഴി പാർത്തവൻ വന്നാടി അവൾ അഴക് തിരുമുഖത്തിൽ ഇഴയുന്ന കൈയെടുത്ത് ആരുതൽ തന്താനടി തോഴി ആരുതൽ തന്താനടി തോഴി പഴമുതിച്ചോലയിലെ തോഴി പാർത്തവൻ വന്നാനടി. ഇങ്ങനെ വളരെ ക്ലാസിസിസം കൊണ്ട് ചെയ്തുള്ള പാട്ടിൽ പിന്നെ ടി ആർ മഹാലിംഗം എന്നൊരു വലിയ ലെജൻഡ് இசை தபடி செய்த அரும் சாதனை நீ இருக்கையிலே எனக்கு பெரும் சோதனை இசை தபடி செய்த അരുൺ സാധനെ. ഇങ്ങനെ ആബേരി അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്ലാസിസിസമോട് യൂസ് ചെയ്ത പല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ സാമി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അതേ ആബേരിയാണ്. പക്ഷെ അതിന് ചില സ്ഥലങ്ങളിൽ വളരെ ക്ലാസിസിസമോട്, ചില സ്ഥലങ്ങളിൽ വളരെ നളിനുമായിട്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി പക്വത വന്നാൽ നമുക്ക് ഈ പാട്ട് കുറച്ച് ഭംഗിയാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. വളരെ മനോഹരമായിട്ട് പാടി. അത്രയും ഭാഗം നിന്റെ രതിസുഖ സാരേ കേട്ടിട്ട് എൻ്റെ മനസ്സിളകി, കാമിനി എൻ്റെ മനസ്സിളകി, അത്രയും ഭാഗം നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു മോൻ പാടിയത്. ആ ഒരു ഫീല് നന്നായിട്ട് രതിസുഖ സാരേ എന്നുള്ള പാടിയില്ലേ, അതൊക്കെ നല്ലൊരു ഫീൽ കൊടുത്ത് ജസ്റ്റ് ഒന്ന് കേൾക്കട്ടെ. അവിടെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ആ ദൈവതം ഇല്ലേ, ആ ദൈവതം അങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട്. അതെ അതെ കറക്റ്റ്. അവിടെ ആ ഭാഗത്ത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് ഓവർ വരുന്നത്. ഈ പാട്ടിൽ പോയി മോൻ പാടിയതിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം അവിടെയായിരുന്നു. നിന്റെ രതിസുഖസാരേ കേട്ടിട്ടെന്റെ മനസ്സിളകി. അപ്പോൾ അത് വളരെ നന്നായിരുന്നു ആ ഭാഗം. സ്വാമി എന്നെ വേറെ പാട്ട് ആഭേരിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. ദാസേട്ടൻ എല്ലാ പ്രോഗ്രാമിലും പാടുന്ന പാട്ടാണ്. പ്രത്യേകിച്ച് സ്വാമിയും ദാസേട്ടനും കൂടി ഉള്ള വേദിയിലാണെങ്കിൽ സ്വാമി 2 ലൈൻ പാടിയിട്ട് ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കും ആ പാട്ട്. സ്വാമി പാടി കൊടുക്കും. ദാസേട്ടൻ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, സ്വാമി പാടി കൊടുക്കും. ദാസേട്ടൻ പ്രണയ പുഷ്പമേ ഇങ്ങനെ പാടും. കേട്ടിട്ടുണ്ടാ പ്രോഗ്രാമിൽ ഇതുപോലെ പാടുന്ന കേട്ടിട്ടുണ്ടാ സ്വാമിയും ദാസേട്ടനും തമ്മിൽ? ഇഷ്ടം പോലെ അവരൊരുമിച്ചുള്ള വേദിയിൽ എപ്പോഴും പാടാറുണ്ട് ഇതുപോലെ കേട്ടാ. ഏതായാലും ആ പാട്ട് പിന്നെ എൻ്റെ ഗുരുനാഥൻ ചന്ദ്രമന നാരായണ നമ്പൂതിരി സാറ് പഠിപ്പിച്ച ഒരു കീർത്തനമുണ്ട്. ഭജരേ രേ മാനസ ശ്രീരഘുവീരം ഭജരേ രേ മാനസ ശ്രീരഘുവീരം ഒരു കീർത്തനുണ്ട്. അപ്പോൾ ഈ രാഗമൊക്കെ പഠിച്ച് ഈ പാട്ട് പാടുകയാണെങ്കിൽ കുറേയും കൂടി മനോഹരമായിട്ട് മോനെ പാടാൻ പറ്റും കേട്ടോ. നല്ല കഴിവുള്ള ഗായകനാണ്. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പനി സഗമ പനി സഗരി നിസാനി ദമപ സഗമോ നിസാ മഗരി സനി ഗരി സനി ദപ സനി ദപ മഗരി സനി സഗമന ഗുമോ. ഓ മുഗനല്ലേ നീനാജാലി തെലിസി നഗുമോ ശ്രീരഘുവരനീ നഗുമോ മുഗനല്ലേ നീ. സബർ സബർ.
കടലിലേ ഇതാണ് നിന്റെ മാർക്ക്. തീർന്നു. ഓന് കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് വരുത്. രണ്ടുപേരും തല്ലി പിടിക്കുന്ന ആവേരി അതെങ്ങനെയാന്നറിയോ? സ ഗ മ പമഗരി സനി സ ഗ ഗമഗരി സനി സ ഗ മഗരി സനി സ ഗ ഗരി സനി സ ഗ മഗരി സനി സ ഗ ഗരി സനി ദ പ രി സ രി ദ പ മ പ മ പമഗരി സ പ മ ഗരി സനി സ ഗ സ ഗ മ ന. പോട്ടെ 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 അതെ, പോട്ടെ, പരിഹാരം ഉണ്ടാക്കണം. നിർത്ത് നമുക്കത് ശരിയാ. പറഞ്ഞു തീർക്കാം. പറഞ്ഞു തീർക്കാനല്ലേ ഉള്ളൂ. കൃഷ്ണുവിന് അങ്കിള് തരുന്ന മാർക്ക് 8 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ, താങ്ക് യു. ഞാനും 8 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ, താങ്ക് യു. ഞാനും അനുമാമം കുറച്ചൊന്ന് പിശുക്കിയിട്ടുണ്ട് തവണ. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ മോന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ സർ. കുറച്ചും കൂടി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ മോന് തരുന്ന മാർക്ക് 7.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ, താങ്ക് യു മാം, താങ്ക് യു. So 23.5 out of 30. താങ്ക് യു സർ. ആഭേരി അറിയാതെ ഈ മാർക്ക് കിട്ടിയില്ലേ, അത് വലിയൊരു കാര്യം തന്നെയാണ്. സോ യു ഗെറ്റ് താങ്ക് യു സർ, താങ്ക് യു. ആദ്യ ഒരു ആഭേരിപ്പും കുറ്റി. Congratulations, you are awarded 8 triple. Wow! 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 അപ്പൊ നമ്മുടെ പാട്ട് കേട്ടു, പെർഫോമൻസ് ഒക്കെ കണ്ടു, നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സും ഗ്രേഡും ഒക്കെ അറിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പൊ കൃഷ്ണു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. ദീപോങ്ങളെ, നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? മുന്തിരിയുള്ള ലഡ്ഡു കഴിച്ചവൻ അക്ഷത്. വെൽക്കം അക്ഷത് ഓൺ സ്റ്റേജ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ് നമ്മുടെ അക്ഷത്തിന്റെ വകയാണ്. അവൻ ഇപ്പോൾ ഒരു അടിപൊളി പാട്ട് എല്ലാവർക്കും
അപ്പൊ നമ്മുടെ ഇന്നത്തെ പാട്ടുകളും പെർഫോമൻസും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഒരു മനോഹരമായ എപ്പിസോഡുമായിട്ട് കാണും. Till then, bye bye from Meenooty. 24 News സോഷ്യൽ മീഡിയ അവാർഡ്സ് 24news.com/voting എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഇഷ്ട ബ്ലോഗറുടെയോ യൂട്യൂബ് ചാനലിന്റെയോ പേരുകൾ രേഖപ്പെടുത്തുക.